നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ കല്ലുകടികൾ ഏറ്റുവാങ്ങുന്ന സഖ്യമായി ഇന്ത്യ സഖ്യം മാറുന്നുണ്ടോ? രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ അംഗീകരിക്കാൻ പറ്റാത്തവരോ സഖ്യത്തിലെ മറ്റു നേതാക്കൾ? സഖ്യത്തിന് വിനയാകുന്നത് പ്രധാനമന്ത്രി മോഹികളായ നേതാക്കളോ? തെരഞ്ഞെടുപ്പ് പരാജയം വിശകലനം ചെയ്യാനും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾക്കും ചേരാനിരുന്ന യോഗം മാറ്റിവെച്ചതും ഈ വിഷയങ്ങൾ മുന്നണിയിൽ ഉരുണ്ടുകൂടുന്നതോ? ഇനിയും മുന്നോട്ടു പോകുമോ ഇന്ത്യ സഖ്യം? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഇന്ത്യ 2024 വരെ ആയുസ്സുണ്ടോ? കോൺഗ്രസ് നേതാവ് ശ്രീ സേനാപതി വേണു, ഡോക്ടർ VPP മുസ്തഫ CPMന്റെ പ്രതിനിധിയായി ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീ JR പത്മകുമാർ BJPയുടെ പ്രതിനിധിയായി ഈ ചർച്ചയിലുണ്ട്. ശ്രീ സേനാപതി വേണു, ഇവിടെ ഇന്ത്യ സഖ്യ രൂപീകരണത്തിന് ശേഷം ആദ്യ യോഗം പട്നയിൽ നടന്നു. രണ്ടാമത്തെ യോഗം ബംഗളൂരുവിൽ, മൂന്നാമത്തെ യോഗം മുംബൈയിലും ചേർന്നു. പ്രധാനപ്പെട്ട 26 കക്ഷികളുടെയും നേതാക്കൾ പങ്കെടുത്തു, പ്രതിപക്ഷ പാർട്ടികൾ നേതാക്കൾ പങ്കെടുത്തു. ഏറ്റവും ഒടുവിലത്തെ യോഗം ചേരാൻ തീരുമാനിച്ചത് ഇന്നാണ്. പക്ഷേ ആ യോഗം നടന്നില്ല. കോൺഗ്രസ് അധ്യക്ഷൻ വിളിച്ച യോഗം നടക്കാത്ത പശ്ചാത്തലം ഉരുത്തിരിഞ്ഞു വരുന്നു. ഇനിയൊരു യോഗം ഇന്ത്യ സഖ്യത്തിന് സാധ്യമാണോ? ശ്രീ വേണു, നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് ഡിസംബർ 3-ാം തീയതി വന്ന തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള സാഹചര്യം മുന്നിൽ വിലയിരുത്തിക്കൊണ്ടാണ്. ഒന്ന്, നമ്മൾ അറിയേണ്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന 5 സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് രംഗത്തില്ലായിരുന്നു. ഇന്ത്യ സഖ്യം എന്ന രീതിയിൽ മത്സരിക്കാനുള്ള മുന്നൊരുക്കവും ഇല്ലായിരുന്നു. ഇപ്പോ ചില കക്ഷികളുമൊക്കെ ആയിട്ട് ഞങ്ങൾ ചർച്ചകളൊക്കെ നടത്തിയിരുന്നുവെങ്കിലും ഇന്ത്യ സഖ്യം എന്ന നിലയിലേക്ക് ഒരു മത്സര രംഗത്ത് വന്നില്ല എന്നുള്ളതാണ് പോരായ്മ. അതിന്റെ ഒരു കുറവ് തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിൽ ഞങ്ങൾ അനുഭവപ്പെടുകയും ചെയ്തു. ഒരുപക്ഷെ ഇന്ത്യ സഖ്യം എന്ന രീതിയിലാണ് മത്സരിച്ചിരുന്നത് എങ്കിൽ മധ്യപ്രദേശിലുണ്ടായ തെരഞ്ഞെടുപ്പ് ഫലം, രാജസ്ഥാനിലുണ്ടായ തെരഞ്ഞെടുപ്പ് ഫലം, ഛത്തീസ്ഗഡിലെ തെരഞ്ഞെടുപ്പ് അത് ഇന്ത്യ സഖ്യത്തിന് അവിടെ കാര്യമായ സഖ്യകക്ഷികളില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷേ രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും തെരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നാകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരിടത്തും ഈ 5 സ്ഥലത്തും ഇന്ത്യ സഖ്യം എന്ന നിലയിലുള്ള മത്സരമായിരുന്നില്ല. എല്ലാ കക്ഷികളും അവരവർക്ക് മത്സരിക്കാൻ കഴിയുന്നിടത്തും അല്ലെങ്കിൽ അവരവർക്ക് ശക്തി ഉള്ളിടത്തും അവരുടെ ശക്തി പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു മത്സരമാണ് നിശ്ചയമായിട്ടും നടന്നിട്ടുള്ളത്. ഇന്ത്യ സഖ്യം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കാണ്. ഞങ്ങളുടെ റായ്പൂരിൽ ചേർന്ന കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനത്തിലെടുത്ത പ്രമേയത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 440ഓളം സീറ്റുകൾ, 441 കൃത്യമായി പറഞ്ഞ അത്രയും സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന കക്ഷികളും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് പിന്തുണ കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന കക്ഷികളും കൂടി വിചാരിച്ചാൽ 441ഓളം പാർലമെന്റ് മണ്ഡലങ്ങളിൽ BJPയെ കൂട്ടായി നേരിടുകയാണ് എങ്കിൽ BJPയുടെ വിജയത്തെ തടയാൻ കഴിയും എന്നുള്ള ആ നിരീക്ഷണവും ആ പ്രമേയവുമാണ് ഞങ്ങൾ റായ്പൂരിൽ ചേർന്ന ഞങ്ങളുടെ ദേശീയ സമ്മേളനത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ചത്. അപ്പൊ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ, ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും ഇന്ത്യ സഖ്യം എന്ന നിലയിലായിരുന്നില്ല ഒരു മത്സരം. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിലെ പല കക്ഷികളും പരസ്പരം മത്സരിക്കുകയോ അല്ലെങ്കിൽ ഒരേ മണ്ഡലത്തിൽ ഒന്നിലധികം കക്ഷികൾ മത്സരിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ എല്ലാം ഉണ്ടായി എന്നുള്ളതാണ്. അത് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പോരായ്മയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അല്ല, അങ്ങനെ മത്സരിച്ചത് കൊണ്ടാണോ ഈ ഹിന്ദി ഹൃദയഭൂമിയിലെ 3 സംസ്ഥാനങ്ങളിലടക്കം വലിയ പരാജയം കോൺഗ്രസിന് നേരിടേണ്ടി വന്നത്? ഇന്ത്യ സഖ്യമായി മത്സരിച്ചിരുന്നെങ്കിൽ ഇത്ര അധികം പരാജയം സംഭവിക്കില്ല എന്നുള്ള വിലയിരുത്തൽ ആ തരത്തിലുണ്ടോ? അല്ല, ഞാൻ അതിനകത്ത് പറഞ്ഞത് അത് മധ്യപ്രദേശിനെയാണ് നമ്മൾ പ്രത്യേകിച്ച് എടുക്കേണ്ടത്. പ്രത്യേകിച്ച് മധ്യപ്രദേശിൽ ഉത്തർപ്രദേശുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പർവ്വത പ്രദേശങ്ങൾ, ഈ ബുന്ദൽഖണ്ഡ് എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങൾ, അവിടെ ഞങ്ങൾ യഥാർത്ഥത്തിൽ സമാജ്വാദി പാർട്ടിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് 6 സീറ്റാണ്. അത് അവരുടെ മധ്യപ്രദേശിലുള്ള ശക്തിക്ക് അനുസരിച്ചാണ്, ഉത്തർപ്രദേശിലെ ശക്തിയല്ല. ഉത്തർപ്രദേശിൽ അവർ വലിയ പാർട്ടിയാണ്, 1ാമത്തെ പാർട്ടിയാണ്. ചിലപ്പോൾ ഒറ്റയ്ക്ക് നിന്നാൽ പോലും അവർക്ക് അവിടെ ഭരണത്തിൽ വരാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ മധ്യപ്രദേശിൽ അവരുടെ ശക്തി എന്ന് പറയുന്നത് താരതമ്യേന ദുർബലമാണ്. അവർക്ക് കുറെ വോട്ടുകൾ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അവർ 18 സീറ്റാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. ഞങ്ങൾ 6 സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. അവരേതാണ്ട് 40-42ഓളം സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുകയും ആ സ്ഥാനാർത്ഥികളൊക്കെ ചിലർ 5000 മുതൽ 10000 15,000 ഒക്കെ വോട്ടുകൾ പിടിക്കുന്ന സ്ഥിതിവിശേഷം. ഞങ്ങളുടെ ഒരുപാട് സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് 2000 വോട്ടിൽ താഴെ മാത്രമാണ്. അല്ല, അവിടെയാണ് അഖിലേഷ് യാദവ് പിണങ്ങിയത്. ഉത്തർപ്രദേശിലേക്ക് വരൂ, കാണിച്ചു തരാമെന്ന് പറഞ്ഞത്.
കോൺഗ്രസിന്റെ വലിയേട്ടൻ മനോഭാവത്തെ കുറ്റപ്പെടുത്തിയത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു എന്താ പറഞ്ഞ ഇന്ത്യ സഖ്യമായി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നില്ല എന്നുള്ള ഒരു പോരായ്മ ഉണ്ടായിരുന്നു. ആ പോരായ്മ മുഖ്യകക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് ഒരുപക്ഷെ ഞങ്ങൾ ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു ചർച്ചയിലേക്ക്, പക്ഷെ അവിടെ ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ച ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ 6 സീറ്റ് ഞങ്ങൾ കൊടുക്കാം, അതും വിജയസാധ്യതയുള്ള സീറ്റുകൾ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ 18 സീറ്റുകളിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് സമാജ്വാദി പാർട്ടി കടന്നു വന്നപ്പോൾ ഒരു രീതിയിലും ആ ചർച്ച മുന്നോട്ട് പോവില്ല എന്ന് കണ്ടുകൊണ്ടാണ് പിന്നെ ആ ചർച്ച അവസാനിപ്പിക്കുകയും അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ആകട്ടെ എന്നൊരു നിലയിലേക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ന് ഇന്ത്യ സഖ്യത്തിന്റെ യോഗം നടന്നില്ല. അപ്പൊ മമതാ ബാനർജി അസൗകര്യം അറിയിച്ചു, നികേഷ് അസൗകര്യം അറിയിച്ചു, മറ്റ് പല കക്ഷികളുമൊക്കെ അസൗകര്യം അറിയിച്ചു. അല്ല, തോറ്റ പാർട്ടി എങ്ങനെ യോഗം വിളിക്കുന്നത് എന്ന ചോദ്യം മമതാ ബാനർജി ഉന്നയിച്ചു. തോറ്റ പാർട്ടിയുടെ യോഗത്തിൽ എങ്ങനെ പങ്കെടുക്കും എന്ന് ഉന്നയിക്കുന്നു. JDUവിന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം വരുന്നത് നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടണം, ഞങ്ങൾ രാഹുലിനെ അംഗീകരിക്കില്ല. അങ്ങനെ നിരവധിയായ കല്ലുകടികൾ കൂടി ഉണ്ട്. താങ്കൾ നിസ്സാരവൽക്കരിക്കുന്ന അല്ല പ്രശ്നം ശ്രീ സേനാപതി വേണു. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നിതീഷ് കുമാറിനെ എല്ലാ ഘടകകക്ഷികളും അംഗീകരിക്കുകയാണെങ്കിൽ അംഗീകരിക്കുന്നതിന് കോൺഗ്രസിന് തടസ്സമില്ല. ഞങ്ങൾ ഒരിക്കലും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കണമെന്നോ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നൊരാൾ പ്രധാനമന്ത്രിയാകണമെന്നോ ഞങ്ങൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് BJPക്കെതിരെ പൊതുവായ കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ 26 കക്ഷികൾ ഒന്നിച്ചു നിൽക്കണം. ആ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ വർഗീയതയെ ഇന്ത്യയിൽ പ്രചരിപ്പിച്ച് ആ വർഗീയതയിൽ ഊന്നി നിന്നുകൊണ്ട് നിൽക്കുന്ന സംഘപരിവാർ ശക്തികളെ തോൽപ്പിക്കാൻ ഏത് കക്ഷികൾക്ക് ഏത് സംസ്ഥാനത്ത് അവർക്ക് ശക്തിയുണ്ടോ അവരുടെ ശക്തിയെ അംഗീകരിച്ചുകൊണ്ട് പരസ്പരം വിട്ടുവീഴ്ചയോടുകൂടി ഒന്നിച്ചു നിൽക്കണം. അതിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്നോ കോൺഗ്രസിൽ നിന്നൊരാൾ പ്രധാനമന്ത്രിയാകണമെന്നോ ഞങ്ങൾ ഇന്നോളം പറഞ്ഞിട്ടില്ല. റായ്പൂരിലെ ഞങ്ങളുടെ പ്രമേയത്തിൽ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് 440-ലധികം സീറ്റുകളിൽ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ ഒന്നിച്ചു നിന്നാൽ, അതിൽ ഇടതുപക്ഷവുമുണ്ട്, അവരൊന്നിച്ചു നിന്നാൽ BJPയെ പരാജയപ്പെടുത്താൻ കഴിയും. ആ നിലയിലേക്ക് പോകണം എന്നുള്ളതാണ് ഞങ്ങൾ. തിരിച്ചു വരാൻ ദയവായി തുടരുക. ശ്രീ പത്മകുമാർ, ഇവിടെ ഒരു സഖ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ അങ്ങനെ ഇന്ത്യ സഖ്യത്തെ പുച്ഛിച്ച് തള്ളണ്ട, ഞങ്ങൾ അവരെ പരിഗണിക്കുന്നില്ല എന്ന് പറയണ്ട, പേടിക്കുന്നില്ല എന്ന് പറയണ്ട. ഇവിടെ ഒരു സഖ്യം ഉണ്ടായിരുന്നില്ല. നേരത്തെ നടന്ന 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക കക്ഷികൾ അവർക്കനുസരിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തി, അതിൻ്റെ ഫലം അനുഭവിച്ചു. പക്ഷേ ഇനി അങ്ങോട്ട് ഇന്ത്യ സഖ്യമായി ആ തരത്തിൽ രൂപവൽക്കരിക്കപ്പെട്ടു വന്നാൽ അത് BJPക്ക് ഇത്രയധികം സീറ്റുകളിൽ വെല്ലുവിളി ഉയർത്തും, യാതൊരു സംശയവുമില്ല എന്നാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. മമതാ ബാനർജിയും നിതീഷ് കുമാറും ഒക്കെ പറയുന്നത് പറഞ്ഞു പരിഹരിക്കാം എന്നും ആത്മവിശ്വാസം പുലർത്തുന്നു അവർ. അല്ല, പരാജയപ്പെട്ടപ്പോൾ അതിൻ്റെ ഒരു ന്യായീകരണമാണ് ഇപ്പോൾ സേനാപതി വേണുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇത് ഇങ്ങനെ ഒരു ധാരണ മനസ്സിലുണ്ടായിരുന്നുള്ളതല്ലല്ലോ. പാറ്റ്ന മുതൽ ബാംഗ്ലൂർ വഴി ബോംബെയിലെത്തി 3 സമ്മേളനങ്ങൾ കഴിഞ്ഞ് 4ാമത്തെ സമ്മേളനം അത് 14 പേരടങ്ങുന്ന ഒരു ഏകോപന സമിതി ഉണ്ടാക്കി. ചെയർമാൻ വേണോ ഇതൊക്കെ ചർച്ച ചെയ്തു. അവസാനം എന്താണെന്ന് രാഷ്ട്രീയ മുദ്രാവാക്യവും നിശ്ചയിച്ച് ആ സമയത്താണ് ഈ 5 സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നത്. ആ സമയത്ത് അമിതമായ ഒരു ആത്മവിശ്വാസത്തിൽ ഞങ്ങൾക്ക് ശക്തിയുള്ളിടത്ത് ഒന്നും INDA വേണ്ട, ബാക്കിയുള്ളിടത്ത് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് പരാജയപ്പെട്ട സമയത്ത് ഇപ്പോൾ എല്ലാവരെയും വേണം. അതാണ് ഇപ്പോൾ ഘടകകക്ഷികൾ ചോദിച്ചത്. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങളെ വേണം, ഞങ്ങളെല്ലാവരും ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് ഞങ്ങളെ വേണ്ട എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ INDA എന്ന് പറഞ്ഞുള്ള ഒരു ഒറ്റ മുദ്രാവാക്യം BJPയെ താഴെ ഇറക്കുക എന്നുള്ളൊരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ ഭാരതത്തിലെ ജനങ്ങളല്ലേ വോട്ട് ചെയ്യേണ്ടത്? ജനങ്ങൾക്കറിയാം കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് എന്താണ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിക്ക് ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ജനക്ഷേമകരമായ പദ്ധതികൾ. അതിൻ്റെ ഓരോ ഗുണഭോക്താക്കളായി ഈ രാജ്യത്തെ ജനങ്ങൾ മാറിയിരിക്കുകയാണ്. ഒരു പദ്ധതിയിൽ നിന്നും ഒരു സമുദായത്തെയോ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ ജാതിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വേറെ രീതിയിൽ വേർതിരിപ്പില്ല. എല്ലാവർക്കും അതിൻ്റെ ഗുണഭോക്താക്കളാക്കാൻ കഴിയുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു വികസന പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇനി പഴയ കാലഘട്ടപ്പെട്ടു പോയ ഈ ജാതി പറഞ്ഞു മതം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ഡെയിലി BJP മുഴുങ്ങി തിന്നത് എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തിയാൽ അത് തിരിച്ചറിയാനുള്ള കഴിവ് ഇന്ത്യയിലെ 130 കോടി ജനങ്ങൾക്കുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ INDA മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ അതൊരു
പിറക്കുന്നതിന് മുമ്പ് ചാവിളയായിപ്പോയ ഒരു സംവിധാനമാണ്. അതിനി ജനനമില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ ചാവിളയ്ക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ജനങ്ങൾക്കറിയാം എന്താണ് ഈ രാജ്യത്തെ കഴിഞ്ഞ 9.5 വർഷക്കാലമായിട്ട് ഈ രാജ്യത്തെ എവിടെയാണ് ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കാൻ കഴിഞ്ഞ ഒരു ഭരണകൂടം. ഒരു അഴിമതി ആരോപണങ്ങളും പോലും ഒരു മന്ത്രിമാർക്കെതിരെയോ അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെയോ ഉന്നയിക്കാൻ കഴിയാത്ത സാഹചര്യം. എല്ലാ വികസനവും ഈ സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന അവസാനത്തെ ദരിദ്ര നാരായണന്മാരായ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ശക്തമായ നിലപാട്, ശക്തമായ ഒരു അടിത്തറയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം, അതിനേറെ ശക്തനായ അതിനെ നയിക്കാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് ഇതൊക്കെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ ആളുകളെയൊക്കെ തട്ടിക്കൂട്ടി ഞങ്ങൾ എല്ലാവരെയും കൂടി ഈ BJP അല്ലെങ്കിൽ NDA ഒക്കെ തകർത്ത് കളയാം എന്നൊരു മോഹവും വെച്ചുകൊണ്ട് വന്നാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ്. പക്ഷേ ഇനി അങ്ങോട്ട് പോകുന്നതും അത് തന്നെയായിരിക്കും. ഇനി ഏപ്രിലോ മെയിലോ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 24-ലെ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA മുന്നോട്ട് പോകും. ഇന്ത്യയുടെ കോൺഗ്രസും BJPയും തമ്മിൽ നേരത്തെ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിലെ വ്യത്യാസം 4.78% വോട്ടുകൾ മാത്രമാണ്. കോൺഗ്രസിന് കുറഞ്ഞത് 1% വോട്ട് മാത്രമാണ്. ഈ സഖ്യമായി ഒരുപക്ഷെ ആ തരത്തിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ ഈ പറഞ്ഞതുപോലെ പല പാർട്ടികളുമായി ബന്ധപ്പെട്ട് 26ഓളം പാർട്ടികളുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് ഫലം കുറച്ചുകൂടി വ്യത്യാസം വന്നേനെ. അങ്ങനെ ഒരു പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. അത് ഇത്തവണ യാഥാർത്ഥ്യമായില്ല. പക്ഷേ ഇന്ന് പറയുന്നത് നിതീഷ് കുമാറും മമതാ ബാനർജിയും വ്യക്തമാക്കിയത് 16-17 നടക്കുന്ന യോഗത്തിൽ തങ്ങൾ പങ്കെടുക്കും എന്നുള്ളതാണ്. തൽക്കാലത്തെ ചില അസൗകര്യങ്ങൾ കൊണ്ട് മാത്രമാണ് എന്നാണ്. അപ്പോൾ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുമോ ആ സാധ്യതയെ? അല്ല, പെർസെൻറ്റേജ് കണക്ക് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു എണ്ണങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിച്ചു വരുന്ന മെമ്പർമാരുടെ എണ്ണത്തെ കണക്കാക്കാൻ പറ്റില്ല. കേരളത്തിൽ ഞങ്ങൾക്ക് 14% വോട്ട്, 15% വോട്ടുണ്ട്. ഞങ്ങൾക്കൊരു ജനപ്രതിനിധി ജയിപ്പിക്കാൻ കഴിച്ചിട്ടില്ലല്ലോ. 14% വോട്ടുള്ള തെലുങ്കാനയിൽ നമുക്ക് 10% ഏകദേശം 8-9 ജനപ്രതിനിധികളെ ജയിപ്പിക്കാൻ കഴിച്ചല്ലോ. അങ്ങനെ ശതമാനത്തിന്റെ കണക്കല്ല. ഈ പ്രത്യേകിച്ചും അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയ ഭൂമിക അല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത്. സാധാരണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലും അതുപോലെ തന്നെ ഞങ്ങൾക്ക് രാജസ്ഥാനിലുമൊക്കെ പരാജയം സംഭവിച്ച സമയത്ത് പോലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള തൂത്തുവാരിക്കൊണ്ടു പോവുകയാണ് സീറ്റുകളുടെ എണ്ണത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വ്യത്യസ്തമാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ചിന്തിക്കും ശക്തമായ അടിത്തറയുള്ള ലോകരാഷ്ട്രങ്ങളോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു നേതൃത്വ ഗുണമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ്, അല്ലെങ്കിൽ ഒരു മുന്നണി സംവിധാനം ഏതാണ്, അതാണ് ഇന്ത്യക്ക് ആവശ്യം എന്നുള്ളത് ജനങ്ങൾ ചിന്തിക്കും. അപ്പോൾ ഈ പറയുന്ന പെർസെൻറ്റേജ് കണക്കുകളല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ മൊത്തമായിട്ടുള്ള വികാരം ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്ക് അനുകൂലമായിരിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. INDA എന്ന് പറയുന്നത് ഈ ചാവിളയ്ക്ക് അതിനെ മറികടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ VPP മുസ്തഫ, ഇവിടെ യാഥാർത്ഥ്യമാകാത്ത ഒരു മുന്നണി, ഒരു കോമൺ മിനിമം പ്രോഗ്രാം പോലും ആയില്ല. അതിൻ്റെ വലിയൊരു പങ്ക് CPM-നുണ്ട്. കാരണം ഒരു പ്രതിനിധിയെ വിടാൻ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് CPM തയ്യാറായിരുന്നില്ല. ചില മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞു വെച്ചു. അതിൻ്റെ ഫലം ഈ CPM 2 സീറ്റുകളിൽ തോറ്റ പശ്ചാത്തലം നമ്മൾ കണ്ടാണ്. രാജസ്ഥാനിൽ ബാന്ദ്രയിൽ തോറ്റത് 2000-ൽ താഴെ വോട്ടുകൾക്കാണ്. തുങ്കഡിൽ CPM-ഉം കോൺഗ്രസും കൂടി 1 ലക്ഷത്തിന് മുകളിൽ വോട്ട് രണ്ടുപേരുടെ നിയന്ത്രണത്തിൽ പിടിക്കും. 2 പേർക്ക് 50,000-ന് മുകളിൽ വോട്ട് ലഭിച്ച പശ്ചാത്തലമുണ്ട്. അവിടെ BJP ജയിക്കുന്ന 8,000 വോട്ടിനാണ്. അങ്ങനെ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഒരുപാട് സാധ്യതകളുള്ള സ്ഥലത്താണ് ഇത്തരത്തിലുള്ള കല്ലുകടികൾ കൊണ്ട് കാര്യങ്ങൾ വ്യത്യസ്തമായത്. ഇന്ത്യ സഖ്യം താങ്കൾ കരുതുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ യാഥാർത്ഥ്യമാകുമെന്നും അത് BJPക്ക് വെല്ലുവിളി ഉയർത്തുമെന്നും ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ? നമ്മുടെ രാജ്യത്തേതുപോലുള്ള പാർലമെന്ററി ഡെമോക്രസിയിൽ ഈ രാഷ്ട്രീയത്തിന് ആയുസ് നിർണയിക്കുക എന്ന് പറയുന്നത് തന്നെ ശരിയല്ലാത്തൊരു നിരീക്ഷണമാണ്. നിങ്ങളുടെ ഇന്നത്തെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് ആയുസ്സുണ്ടോ എന്നാണ്. ആ പ്രയോഗം തന്നെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ഡിക്ഷണറിയിൽ ചേരുന്ന ഒന്നല്ല. കാരണം എന്താ, നിങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നോക്കൂ. ഒരുപാട് പഴയ ചരിത്രങ്ങളിലേക്കൊന്നും പോകണ്ട, വളരെ സമീപ വർഷങ്ങളിലേക്ക് തന്നെ എടുത്തു നോക്കൂ. അത് JR പത്മകുമാർ പറയുന്നത് പോലെ ചാപ്പിള്ളയുടേതൊന്നും അല്ല. 1998 അധികാരത്തിൽ വന്ന് 2004 പൂർത്തിയായ വാജ്പേയിയുടെ ഭരണം, അതാണല്ലോ BJP മുന്നണിക്ക് ഇന്ത്യയിൽ ആദ്യം കിട്ടിയിട്ടുള്ള ഭരണ സംവിധാനം എന്ന് പറയുന്നത്. അന്ന് ഇതുപോലെ തന്നെ ഇപ്പൊ JR പത്മകുമാർ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഭരണത്തിൽ ഇന്ത്യ ആകെ ഇതാ വലിയ ലോകശക്തിയായി മാറിയിരിക്കുന്നു ഈ കഴിഞ്ഞ 7-8 വർഷം കൊണ്ട്. അതുകൊണ്ട് അതൊക്കെയാണ് ഇത് തന്നെയല്ലേ അന്ന് വാജ്പേയിയുടെ ഭരണത്തിന്റെ അവസാന കാലത്ത് നിങ്ങൾ പറഞ്ഞത്.
ഇന്ത്യ ഷൈനിങ് എന്നായിരുന്നു അന്നത്തെ സ്ലോഗൻ. അത് ഓർമ്മയുണ്ടാവുമല്ലോ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക്, രാഷ്ട്രീയ പ്രവർത്തകർക്ക്. ഇന്ത്യ ഷൈനിങ്, ഇന്ത്യ തിളങ്ങുന്നു. ഇതാ 8-6 വർഷം കൊണ്ട് വാജ്പേയിയുടെ ഭരണത്തിൽ, BJPയുടെ ഭരണത്തിൽ എന്നായിരുന്നു പറഞ്ഞത്. 2003 ഇതുപോലെ സമാനമായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ 2003 നടന്നു. അതിൽ BJPക്ക് വലിയ വിജയവും ഉണ്ടായി. പക്ഷേ ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ BJP ഭരണത്തിന് അന്ത്യം കുറിക്കുകയാണ് അന്ന് ചെയ്തത്. ആ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും എല്ലാം വെവ്വേറെയാണ് മത്സരിച്ചത്. ഇന്നത്തേതുപോലെ INDA എന്ന് പറയുന്നതോ അല്ലെങ്കിൽ മറ്റൊരു പേരിലുള്ളതോ ആയ ഒരു മുന്നണി ഇലക്ഷന് മുന്നേ രൂപപ്പെട്ടിട്ട് പോലുമില്ല. അന്ന് ഞങ്ങൾക്ക് കേരളത്തിൽ മാത്രമല്ല ബംഗാളിൽ കൂടി സ്വാധീനമുണ്ടായിരുന്നു. അവിടെയെല്ലാം ഞങ്ങൾ കോൺഗ്രസും നേരിട്ട് പരസ്പരം ഏറ്റുമുട്ടി. ബംഗാളിലാണെങ്കിൽ BJPക്ക് ഇന്നുള്ള വോട്ട് ഷെയറോ സീറ്റുകളോ 2004 ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇടതുപക്ഷം വേറെ മത്സരിച്ചു, കോൺഗ്രസ് വേറെ മത്സരിച്ചു, മൂന്നാം മുന്നണി വേറെ ഉണ്ടായി, BJP വേറെ മത്സരിച്ചു. ഇങ്ങനെ മത്സരിച്ചപ്പോൾ ഇന്ത്യ ഷൈനിങ് എന്ന് അവകാശപ്പെട്ട BJPയുടെ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ബാബരി മസ്ജിദിന്റെ തകർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുള്ള ആ വർഗീയ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് അവിടെ 2004 തെരഞ്ഞെടുപ്പിന് ശേഷം UPA മുന്നണി രൂപപ്പെട്ടു. ആ പ്ലാറ്റ്ഫോമിൽ 10 വർഷക്കാലം അവർക്ക് ഭരിക്കാൻ വേണ്ടി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ആയുസിന് പ്രസക്തിയില്ല. ഇനി ഏറ്റവും അവസാനം വന്നാലോ 2018 ഇതുപോലെ സമാനമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോ കോൺഗ്രസ് തോറ്റ സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസ് ആണല്ലോ ജയിച്ചത്. മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ ഭരണമാണ് ആദ്യം വന്നത്. അതുപോലെ രാജസ്ഥാനിൽ കോൺഗ്രസ് ആയിരുന്നു, ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ആയിരുന്നു വന്നത്. പിന്നെ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴാണല്ലോ മധ്യപ്രദേശിൽ അവിടെ കുറച്ചു പേരെ കൂറുമാറ്റിയിട്ട് BJPയുടെ ഭരണം പിന്നീട് ചൗഹാന്റെ നേതൃത്വത്തിൽ വന്നത്. പക്ഷേ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസ് 2018 ജയിച്ച സംസ്ഥാനങ്ങളിലെല്ലാം ലോക്സഭയിലേക്ക് BJPക്കാണ് ഭൂരിപക്ഷം കിട്ടിയത്. അതുകൊണ്ട് ഓരോ തെരഞ്ഞെടുപ്പും വളരെ വ്യത്യസ്തമായ രീതിയിൽ ജനം പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലെ കഴിഞ്ഞൊരു 3-4 ദശകക്കാലത്തെ തെരഞ്ഞെടുപ്പ് അനുഭവം. പഴയതുപോലെ 2024 സാഹചര്യമാണോ ശ്രീ BP മുസ്തഫ ഇപ്പോൾ രാജ്യത്തുള്ളത്? ദുർബലമായ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരണം പിടിക്കാൻ സാധിക്കില്ല എന്നറിഞ്ഞതുകൊണ്ടാണല്ലോ ഒരു സഖ്യമായി മുന്നോട്ട് വരികയും അങ്ങനെ INDA എന്നൊരു സഖ്യം രൂപീകരിക്കപ്പെടുകയും ചെയ്തത്. പക്ഷെ അതിനോട് യോജിക്കാൻ ആ സഖ്യത്തിലെ പ്രധാനമന്ത്രി മോഹികളായ മുഖ്യമന്ത്രിമാർക്ക് പറ്റുന്നില്ല. പലരും പല വിധത്തിലുള്ള ബുടന്യായങ്ങൾ പറഞ്ഞ് യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നു. എന്തിന് CPM പോലും അവിടെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ പ്രതിനിധിയെ വിടാതിരിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അങ്ങനെ രാഹുലിന്റെ നേതൃത്വത്തെ അംഗീകരിക്കാത്ത ഒരു സംവിധാനത്തിൽ എങ്ങനെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ സാധിക്കും? മറ്റ് ഘടകകക്ഷികൾക്ക് എന്തു പറഞ്ഞ് സഹകരിക്കാൻ സാധിക്കും ശ്രീ VP മുസ്തഫ? അല്ല, നിങ്ങൾ കാണേണ്ടത് ഇതിനകം തന്നെ ഈ ഇന്ത്യ കൂട്ടായ്മയുടെ 3 യോഗങ്ങൾ ചേർന്നതും നമുക്ക് നല്ല വ്യക്തത ഉണ്ടാകണം, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്ക് കാര്യങ്ങളിൽ. കാരണം ഇന്ത്യ കൂട്ടായ്മയുടെ 3 യോഗങ്ങൾ ചേർന്ന് അതിന്റെ നയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ശ്രീ പത്മകുമാർ പറഞ്ഞതുപോലെ ഈ BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ളതല്ല. BJPയെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്ന അജണ്ടയിലേക്ക് എന്തുകൊണ്ടാണ് വരുന്നത്? കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കുകയാണ്, അട്ടിമറിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവത്തെ തകർക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയെ തകർക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ മഹിതമായ സംസ്കാരങ്ങളെയും പാരമ്പര്യങ്ങളെയും തകർക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കുകയാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ നാളിതുവരെയുള്ള ആർജിതമായ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും നേട്ടങ്ങളെയും ഇല്ലാതാക്കുന്ന വിധത്തിൽ അങ്ങേയറ്റം ഈ രാജ്യത്തെ നിലവിലുള്ള സംവിധാനത്തെ തകർത്ത് ഒരു മതരാഷ്ട്രമാക്കി മാറ്റി തീർക്കാൻ ശ്രമിക്കുന്നു. അവിടെയാണ് ആ നീക്കത്തെയാണ് പരാജയപ്പെടുത്തുന്നത്. ആ നീക്കത്തിന് അങ്ങനെ ഇന്ത്യയിലെ ഈ മതനിരപേക്ഷ ജനാധിപത്യ ഭരണ സംവിധാനത്തിന് അതിന്റെ ഇന്നത്തെ രാഷ്ട്രഘടനയ്ക്ക് പോറലേൽപ്പിക്കുന്നത് ഇന്ന് അധികാരത്തിലിരിക്കുന്ന BJP. അതുകൊണ്ട് BJPയുടെ ഭരണം അവസാനിപ്പിക്കണം. അല്ലാതെ കേവലമായിട്ട് BJP വിരുദ്ധതയല്ല. നമ്മുടെ രാജ്യത്തോ BJP ഭരണം ഏൽപ്പിച്ചിട്ടുള്ള സാരമായ ഈ പ്രശ്നമാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള, വ്യത്യസ്ത നിലപാടുകളുള്ള, വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള, വിഭിന്ന ഐഡിയോളജികളുള്ള വിവിധ പാർട്ടികളുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ ഇന്ത്യ എന്ന് പറയുന്ന കൂട്ടായ്മ ഉണ്ടായിട്ടുള്ളത്. അത് ദേശീയ തലത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് മുന്നണിയല്ല. കാരണം ഇന്ത്യ കൂട്ടായ്മയിലെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഓരോ സംസ്ഥാനത്ത് വ്യത്യസ്ത സ്വാധീനമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ കൂട്ടായ്മ ഒരു തീരുമാനം ധാരണയിലെത്തിയത്.
ഏത് പാർട്ടിക്കാണോ ഒരു സംസ്ഥാനത്ത് സ്വാധീനമുള്ളത് ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ധാരണകൾ ഉണ്ടാക്കും. അല്ലാതെ ദേശീയാടിസ്ഥാനത്തിൽ ആകെ തന്നെ ഈ 543 സീറ്റുകളും എടുത്ത് അവിടെ കോൺഗ്രസ് എത്ര മത്സരിക്കും, CPM എത്ര മത്സരിക്കും, ജനതാദൾ യു എത്ര മത്സരിക്കും എന്ന് തീരുമാനിക്കലല്ല. കാരണം ഓരോ പാർട്ടിക്കും ഓരോ സംസ്ഥാനത്തെ വ്യത്യസ്ത സ്വാധീനമാണ് എന്നുള്ളത് കൊണ്ട് അവിടെ അങ്ങനെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചോ അതിന്റെ മുന്നോട്ട് പോക്കിനെ സംബന്ധിച്ചോ ഒരാശങ്കയും ഉണ്ടാകേണ്ടതില്ല. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു, യഥാർത്ഥത്തിൽ കോൺഗ്രസ് മനസ്സ് വെച്ചിരുന്നുവെങ്കിൽ, കോൺഗ്രസ് കുറച്ചുകൂടി വിശാലമായൊരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ഇന്ത്യ മുന്നണി എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത്, അതിന്റെ ഇടപെടൽ എങ്ങനെയായിരിക്കും, ഓരോ സംസ്ഥാനത്തും അതിന്റെ ധാരണ എങ്ങനെയാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളത് ചെയ്യാമായിരുന്നു. പക്ഷേ നേരത്തെ ശ്രീ സേനാപതി വേണു ചൂണ്ടിക്കാണിച്ചു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിയില്ല. അവർ ചർച്ചകൾ നടത്തി. പക്ഷെ ആ ചർച്ചകളിൽ കോൺഗ്രസിനുണ്ടായിരുന്ന ഒരു ധാരണ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ, കാരണം അവര് നേരത്തെ 2018 ജയിച്ച സ്റ്റേറ്റുകളാണല്ലോ, അവിടെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ പോകാൻ വേണ്ടി കഴിയും എന്നതായിരുന്നു. പക്ഷേ വർത്തമാന രാഷ്ട്രീയ സാഹചര്യം ആരെയാണ് എതിരിടേണ്ടത്, ആ എതിരാളിയുടെ കഴിവും ശേഷിയും അവരുടെ സ്ട്രാറ്റജിയും എന്താണ്, അത് മനസ്സിലാക്കി തങ്ങളുടെ പരിമിതിയും സാധ്യതയും കൂടി വിലയിരുത്തി ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറായിരുന്നുവെങ്കിൽ തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ്. സേനാപതി വേണു അത്തരമൊരു നിലപാട് കോൺഗ്രസ് നേതൃത്വം എടുത്തില്ല. തങ്ങളുടെ പരിമിതികൾ കാരണം വലിയേട്ടൻ മനോഭാവം കോൺഗ്രസ് കാണിച്ചു എന്നുള്ളതാണ് പരാതി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുന്നണിക്ക് ഒരു പൊതുവായ ലക്ഷ്യബോധം വേണം. ഇവിടെ അധികാരത്തിൽ വരും മുമ്പ് ഒരു പൊതു മിനിമം പരിപാടി പോലും രൂപീകരിക്കും മുമ്പ് ഒരു രൂപം, ഒരു ഫോം ആകുന്നതിന് മുൻപ് പ്രധാനമന്ത്രി ആരാകുമെന്നതിനെ ചൊല്ലിയാണ് സഖ്യത്തിൽ തർക്കം. ഇവിടെ നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി ആക്കണം JDU ആവശ്യപ്പെടുന്നു. മമതാ ബാനർജിക്ക് മോഹമുണ്ട്. അങ്ങനെ കുറേ അധികം പ്രധാനമന്ത്രി മോഹികളായ മുഖ്യമന്ത്രിമാർ ഉള്ളതാണോ ഈ സഖ്യത്തിന്റെ വിന? രാഹുൽ ഗാന്ധിയെ ഇവരാരും അംഗീകരിക്കാൻ തയ്യാറാകാത്തതും ഈ പശ്ചാത്തലത്തിലാണോ ശ്രീ സേനാപതി വേണു? ഞങ്ങള് ഈ ഇന്ത്യ സഖ്യ രൂപീകരണ സമയത്ത് തന്നെ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു, കോൺഗ്രസ് ഞങ്ങൾ അങ്ങനെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ടല്ല ഇന്ത്യ സഖ്യം രൂപീകരിച്ചിട്ടുള്ളത്. ഇന്ത്യ സഖ്യം രൂപീകരിക്കുന്നത് ഇവിടെ മുസ്തഫ സൂചിപ്പിച്ചതുപോലെ അത് യോജിക്കാൻ കഴിയുന്ന കക്ഷികളുമായി അതാത് സംസ്ഥാനങ്ങളിൽ യോജിച്ചുകൊണ്ട് ഈ സംഘപരിവാറിന്റെ കടന്നുകയറ്റത്തെ തടയുക എന്നുള്ളത്. ഞാൻ പത്മകുമാർ പറഞ്ഞത് JDU അല്ല എന്താ പറഞ്ഞ INDIA അതൊരു ചാപിള്ളയായി മാറാൻ പോവുകയാണ്. പത്മകുമാറെ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിലെ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച വോട്ടറിന്റെ കണക്ക് നമ്മളൊരു ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ഒരു അക്കാദമിക് ഇൻട്രസ്റ്റും കൂടെ വേണമല്ലോ ഡിബേറ്റിൽ. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ കിടക്കുന്നത് 4,90,69,462. 4,90,69,462 ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലാണ്. BJPക്ക് കിട്ടിയിരിക്കുന്നത് 4,81,29,325. കൗതുകകരമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിന് മൊത്തത്തിൽ നോക്കുമ്പോൾ 10 ലക്ഷത്തോളം വോട്ടുകൾ കൂടുതൽ കിട്ടി. പക്ഷെ വോട്ട് കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ 1.5 ലക്ഷം വോട്ട് കിട്ടിയെടുത്ത് BJPയുടെ സ്ഥാനാർത്ഥി അടുത്ത മണ്ഡലത്തിൽ ജയിച്ചത് 5000 വോട്ടിനായിരിക്കും. ഞങ്ങളുടെ 1.5 ലക്ഷത്തിന് ജയിച്ചയാളും 5000-ത്തിന് ജയിച്ചയാളും ജയത്തിൽ തുല്യമായി. അപ്പൊ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പോലും 4,90,00,000 അപ്രോക്സിമേറ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് 4,80,00,000 10 ലക്ഷം വോട്ട് ഈ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോഴും നിങ്ങളെക്കാൾ ഞങ്ങൾ മുമ്പിൽ നിൽക്കുന്നു. ഞാനിത് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഞാൻ പത്മകുമാറിനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രമാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ 10 വർഷത്തിനപ്പുറം തുടർച്ചയായി ഭരിക്കാൻ കഴിഞ്ഞ ഒറ്റ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം 47 മുതൽ അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. 52-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം 52 to 10 62 വീണ്ടും നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചു, 3ാമത് വട്ടം ജയിച്ചു. അദ്ദേഹം 64-ൽ മരിച്ചു. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ 3 വർഷം തുടർച്ചയായി തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഒറ്റ പ്രധാനമന്ത്രി ഇന്ത്യയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇന്ദിരാഗാന്ധി 14 കൊല്ലം ഭരിച്ചുവെങ്കിലും 70-ൽ വന്ന് ഇന്ദിരാഗാന്ധി 77-ൽ കാലിടറി പുറത്തു പോകേണ്ടി വന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് 2004 to 14 ഞങ്ങൾ ഭരിക്കുന്നു. 10 കൊല്ലത്തിന് ശേഷം ഞങ്ങൾക്ക് കാലിടറി പുറത്തു പോവുകയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഞാൻ പറയുന്നു 10 കൊല്ലത്തിനപ്പുറത്തേക്ക് ഒരു പ്രധാനമന്ത്രിയും തുടർച്ചയായി ഇന്ത്യയുടെ ഭരണത്തിൽ അധികാരത്തിൽ വന്നിട്ടില്ല എന്നുള്ള ഒരു രാഷ്ട്രീയ ചരിത്രം നിൽക്കുകയാണ്. ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ്. ചരിത്രം ആവർത്തിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 2024-ലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പാകെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. പത്മകുമാറിന്റെ പാർട്ടി മറുപടി പറയണം. ഞങ്ങൾ 310 രൂപയ്ക്കും 290 രൂപയ്ക്കും സിലിണ്ടർ കൊടുത്തപ്പോൾ നിങ്ങൾ പറഞ്ഞതെന്താ? പ്രധാനമന്ത്രി അന്ന് 2014-ൽ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഹിന്ദിയിൽ പറഞ്ഞത്
आप चुनाव क्षेत्र में जाने से पहले, मतदान केंद्र जाने से पहले अपना रजोई में जाना और गैस सिलेंडर पर देखना. നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുക്കളയിൽ പോയി ഗ്യാസ് സിലിണ്ടറിനെ നോക്കിയിട്ട് വേണം വോട്ട് ചെയ്യാൻ പോകാൻ. ഞങ്ങൾ 290 രൂപയ്ക്കും 310 രൂപയ്ക്കും ഗ്യാസ് സിലിണ്ടർ കൊടുത്തപ്പോൾ നിങ്ങൾ ഞങ്ങൾക്കെതിരെ എടുത്ത പ്രചരണമാണ്. ഞങ്ങൾ 2014 ഇറങ്ങിപ്പോകുമ്പോൾ 1 ലിറ്റർ പെട്രോളിന്റെ വില 55 രൂപയും 1 ലിറ്റർ ഡീസലിന്റെ വില 50 രൂപയാണ്. അന്ന് നിങ്ങൾ കാളവണ്ടി ഉന്തിയും നിങ്ങൾ എന്താ പറഞ്ഞ ഗ്യാസ് സിലിണ്ടർ ഉരുട്ടിയും ഞങ്ങൾക്കെതിരെ ആക്ഷേപം നടത്തിയവരാ. 10 കൊല്ലം നിങ്ങൾ ഭരിച്ചു കഴിഞ്ഞപ്പോ, ഞങ്ങൾ ഭരിക്കുമ്പോൾ 142 സംസ്ഥാനങ്ങളിലെ ഈ 3 സംസ്ഥാനങ്ങളിലെ ജനങ്ങളൊന്നും ഈ പ്രചരണം കേട്ടില്ലല്ലോ ശ്രീ സേനാപതി വേണു. അവരൊന്നും നിങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും ഉൾക്കൊണ്ടില്ലല്ലോ. അവർ പെട്രോളിന്റെയും ഗ്യാസിന്റെയും വിലയൊന്നും അവർക്ക് പ്രശ്നമായിരുന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞത് അസംബ്ലി തെരഞ്ഞെടുപ്പിലെ സ്ട്രാറ്റജി അല്ല. 2014-ലും 19-ലും ഇവർ പറഞ്ഞ കാര്യങ്ങൾ, ഞങ്ങൾ 2 കോടി തൊഴിലവസരങ്ങൾ നൽകും. എത്ര പേർക്ക് തൊഴിലവസരം കിട്ടി? ഞങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ് 1.5 ഇരട്ടി, അതായത് ഉൽപാദന ചെലവിന്റെ 1.5 ഇരട്ടിയാവും. ഇങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ നിൽക്കുകയാണ്. ആ വാഗ്ദാനങ്ങളൊന്നും ഇനി നരേന്ദ്രമോദിക്ക് പറയാനില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ അയോധ്യയിൽ അമ്പലം പണിയും, ഞങ്ങൾ ഗ്യാൻവ്യാപ്പിൽ അവിടെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ശിവലിംഗമാണോ കിട്ടാൻ പോകുന്നത്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണോ? അപ്പോ വർഗീയതയെ ഇളക്കി വിട്ടുകൊണ്ട് നിങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്ട്രാറ്റജിയെ മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ, വർഗീയതയല്ല ഇന്ത്യയുടെ പ്രശ്നം, പട്ടിണിയാണ് ഇന്ത്യയുടെ പ്രശ്നം, ദാരിദ്ര്യമാണ് ഇന്ത്യയുടെ പ്രശ്നം, തൊഴിലില്ലായ്മയാണ് ഇന്ത്യയുടെ പ്രശ്നം, വിലക്കയറ്റമാണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങളോട് പറയാൻ ഞങ്ങൾ ഇന്ത്യ മുന്നണിയും മുന്നണിയിലെ കക്ഷികളുമുണ്ട്. പത്മകുമാർ പറഞ്ഞ പോലെ ചാവിള്ളയല്ല, നല്ല കെട്ടുറപ്പുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് അതിലുള്ളത്. അത് JDU ആണെങ്കിൽ ബീഹാറിൽ നോക്കുക, ബംഗാളിൽ മമതാ ബാനർജിയുടെ പാർട്ടി നോക്കുക, തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ പാർട്ടി നോക്കുക, ഏത് സംസ്ഥാനങ്ങളിലാണെങ്കിലും ഈ മുന്നണിയിലെ ഘടക കക്ഷികൾ എന്ന് പറയുന്നത് ആ സംസ്ഥാനങ്ങളിലൊക്കെ നിരവധി വർഷങ്ങൾ ഭരണം നടത്തി നല്ല പരിചയവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ കെട്ടുറപ്പുമുള്ളവരാണ്. ഞങ്ങൾ ആര് പ്രധാനമന്ത്രി ആകണം എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം അത് അംഗങ്ങൾ അവർ തീരുമാനിക്കട്ടെ ആരാണ് വലിയ കക്ഷി എന്നുള്ളത്. അതല്ല ഇപ്പൊ ഞങ്ങളുടെ മുമ്പിലുള്ള വിഷയം. ഇപ്പൊ ഞങ്ങളുടെ മുമ്പിലുള്ള വിഷയം 10 കൊല്ലത്തെ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുഴുവൻ തകർത്തുകൊണ്ട് വിലക്കയറ്റം സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അത് 24-ലെ തെരഞ്ഞെടുപ്പിൽ അതാണ് ഇന്ത്യയിലുടനീളം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അത് ചർച്ച ചെയ്യുമ്പോൾ ഒരു സംശയവും വേണ്ട, 303-ൽ നിന്ന് പത്മകുമാറെ എണ്ണി വെച്ചോളൂ, താഴോട്ടേ പോകുള്ളൂ. BJP നിങ്ങളുടെ പാർട്ടി 81-ൽ രൂപം കൊണ്ട പാർട്ടി, 84-ലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പാർലമെന്റിൽ 2 അംഗങ്ങൾ, ഡോക്ടർ ജങ്ക റെഡ്ഡിയും SK പാട്ടീലും. അവിടെ നിന്നാണ് നിങ്ങൾ 303-ൽ എത്താൻ ഈ 40 വർഷം വേണ്ടി വന്നു. 40 വർഷത്തിന് ശേഷം നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, അടുത്ത തെരഞ്ഞെടുപ്പിൽ 303 എന്നുള്ളത് 272-ലും താഴേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കോൺഗ്രസിന്റെ ആത്മവിശ്വാസം, ശക്തമായ അടിത്തറയുള്ള സംസ്ഥാന പാർട്ടികൾ കൂടെയുണ്ട്. BJP സഖ്യത്തിൽ അങ്ങനെയില്ല. BJP ആണ് പ്രധാന കക്ഷിയായി വരുന്നത്. ഒപ്പം ഈ സഖ്യത്തെ വിലയിരുത്താറായോ ഇത്തരം ഒരു പരാജയം കൊണ്ട് മാത്രം? നിയമസഭാ തെരഞ്ഞെടുപ്പുകളല്ലേ നടന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാതിരിക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അടവുകൾ ഏറെ ബാക്കിയുണ്ട് സേനാപതി വേണുവിന്റെ ആവനാഴിയിൽ. എന്നോടാണോ? അതെ, ശ്രീ പത്മകുമാർ. ഈ ചരിത്രം എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നത് സേനാപതി വേണു ചരിത്രം തിരുത്തി കുറിക്കുമ്പോഴാണ്. അങ്ങനെ നമ്മുടെ ഇന്ത്യയിലെ ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു വലിയ നല്ല മുഹൂർത്തമാണ് 24-ൽ വരാൻ പോകുന്നത്. തുടർച്ചയായിട്ട് 3-ാം തവണയും അത് 4-ാം തവണയും 5-ാം തവണയായി മാറും NDAയുടെ ഭരണം ഇന്ത്യയിൽ നിലനിൽക്കും. അത് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് എന്നുള്ളത് അത് തന്നെയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ എത്ര ഈ BJP വർഗീയ എന്ന് പറഞ്ഞാലും ജനങ്ങൾ, ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കറിയാം എന്താണ് ഈ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ളത്. കോൺഗ്രസ് ഭരണ കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് നടന്ന വർഗീയ ലഹളകൾ ഒരു സംസ്ഥാനത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ത്യയുടെ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും നമ്മുടെ രാജീവ് ഗാന്ധിയുടെയും ഒക്കെ പിൻതലമുറക്കാരായ ഒരു സമൂഹം ഒരു സംസ്ഥാനത്തിൽ നിന്ന് വേട്ടയാടി ഒളിച്ചോടി അവരുണ്ടാക്കിയ എല്ലാ അവരെ വീടും സ്വത്തും ജോലിയും ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം വിട്ടൊറിഞ്ഞ് അഭയാർത്ഥികളായി പോയി വർഷങ്ങളോളം താമസിക്കേണ്ടി വന്നത് നിങ്ങൾ ഈ മതേതരത്വം പുലമ്പിയ ഈ പൂത്തൊലയുന്ന ഈ ഇന്ത്യയിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം, കാശ്മീരി പണ്ഡിറ്റുകൾ. അപ്പൊ നിങ്ങൾ ഈ മതേതരത്വവും ജനാധിപത്യവും എന്ന് ഞങ്ങളെ പഠിപ്പിക്കേണ്ട. 5 തൊട്ട് 77 വരെ എന്താണ് ഇന്ത്യയിലെ ജനാധിപത്യവും ഭരണഘടനയും ഒക്കെ നിങ്ങൾ എങ്ങനെയാണ്
സംരക്ഷിച്ചത്, അത് എങ്ങനെയാണ് ഈ മതേതരത്വവും ജനാധിപത്യവും പൂത്തൊലഞ്ഞതെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ ഒരൊറ്റ അജണ്ട, ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ ജനാധിപത്യം തകർന്നാലും വേണ്ടില്ല, മതേതരത്വം തകർന്നാലും വേണ്ടില്ല, കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് ഈ നമ്മുടെ ഗാന്ധി കുടുംബത്തിൽ നിന്ന്, ഗാന്ധി എന്ന് പറയാൻ പറ്റില്ല, ഈ വ്യാജ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരാളെ പ്രധാനമന്ത്രിയാക്കണം. അത് നിങ്ങളിപ്പോ INDA എന്ന് പറഞ്ഞ് എല്ലാവരെയും ഒരുമിക്കുന്നു എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുക എന്നുള്ളതാണ്. അത് പറ്റില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് പുറത്തു വന്നൊരു വാർത്തയുണ്ട്, പ്രണബ് മുഖർജിയുടെ മകള്. ആ പ്രണബ് മുഖർജിയുടെ മകള് പറഞ്ഞത്, പ്രണബ് മുഖർജി അദ്ദേഹത്തോട് പറഞ്ഞത്, കോൺഗ്രസ് പ്രത്യേകിച്ചും സോണിയാഗാന്ധി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്നെ പ്രധാനമന്ത്രിയാക്കുമെന്ന് എനിക്ക് ഒരു താല്പര്യവും പ്രധാനമന്ത്രി ആക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇന്ന് അറിയാമല്ലോ, ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്ന സമയത്ത് രാജീവ് ഗാന്ധി കൽക്കട്ടയിലായിരുന്നു. ആ രാജീവ് ഗാന്ധിയുമായി ഒരുമിച്ച് പ്ലെയിനിൽ വരുന്ന പ്രണബ് മുഖർജി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, യാത്ര ചെയ്ത് വരുമ്പോൾ രാജീവ് ഗാന്ധി വളരെ ആകാംക്ഷയോട് ചോദിച്ചു, അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കും? എന്നപ്പോൾ പറഞ്ഞപ്പോൾ പ്രണബ് മുഖർജി പറഞ്ഞു, പാർലമെന്ററി പാർട്ടി തീരുമാനിക്കും, ഏതെങ്കിലും സീനിയർ ആയിട്ടുള്ള നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ സമയത്ത് മുഖം തിരിച്ചു പോയ രാജീവ് ഗാന്ധി അതിനുശേഷം എങ്ങനെയാണ് പ്രണബ് മുഖർജിയോട് പെരുമാറിയിട്ടുള്ളത് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെടും, മറ്റേതെങ്കിലും ഒരു മുന്നണി അത് ആവശ്യപ്പെടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ INDA ഒക്കെ ചാവിളയാകും എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട ശ്രീമാൻ സേനാപതി വേണു. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങളെ പെട്രോളിയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പോകുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു, ഓയിൽ ബോണ്ട് എത്രയാണ് കടം ഉണ്ടാക്കി വെച്ചിട്ട് പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്തായിരുന്നു ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി, ഇന്ത്യയുടെ ഗ്രാമങ്ങളുടെ സ്ഥിതി എല്ലാവർക്കും അറിയാം. ഇന്ന് നിങ്ങൾ നോക്കൂ, ഇന്ത്യ നമ്മുടെ വർഷങ്ങളോളം നമ്മളെ ഭരിച്ച് മുടിച്ച് പോയ ബ്രിട്ടൻ, ആ ബ്രിട്ടന് കണക്ക് തീർത്തത് യുദ്ധം ചെയ്തല്ല, ആ ബ്രിട്ടനെ പിന്നിലാക്കിക്കൊണ്ട് നമ്മൾ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറി. യാതൊരു സംശയം വേണ്ട. ഇനി നമ്മുടെ ഏകദേശം 2030 ആവുമ്പോൾ $7 ട്രില്യൺ ഇന്ത്യയുടെ എക്കോണമിയായി മാറി 3ാം സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തും. അത് ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം. നിങ്ങൾ എത്ര കള്ളം പ്രചരിപ്പിച്ചാലും ഇന്ന് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് സൗജന്യ ഗ്യാസ്, സൗജന്യമായിട്ടുള്ള വെള്ളം, അതുപോലെ തന്നെ സൗജന്യമായി സാമ്പത്തിക സഹായം എല്ലാം വലിയ രീതിയിൽ ഈ നാട്ടിലെ അർഹതപ്പെട്ട ആളുകൾക്ക്, നിങ്ങളുടെ ഭരണകാലത്തെ പോലെ സമ്പന്നർക്കല്ല, ഏറ്റവും താഴെയുള്ള ദരിദ്ര നാരായണന്മാര് അവരുടെ കയ്യിലേക്ക് എത്തുകയാണ് നേരിട്ട് പണം. ഒരു പണവും ഇടനിലക്കാർ കൊണ്ടുപോകുന്നില്ല. സൗജന്യ ഗ്യാസ് കിട്ടും, സൗജന്യ വെള്ളം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് 5 ലക്ഷം രൂപ ഇവിടുത്തെ പട്ടിണി പാവങ്ങളുടെ ജീവിതത്തിൽ അവരുടെ മെഡിക്കൽ സഹായമായി എത്തുന്നുണ്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതി. അതുപോലെ 6000 രൂപ ദരിദ്ര നാരായണന്മാരായ കർഷകരുടെ കയ്യിലേക്ക് ഓരോ വർഷവും എത്തുന്നുണ്ട്. അത് ഇനി വർദ്ധിപ്പിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഭരണം, അത് സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിച്ച് അറിയുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഈ കാര്യങ്ങൾ, ഈ വർഗീയത ഒന്നും ചൊലവാകില്ല. നിങ്ങളൊക്കെ പറയും രാവിലെ നരേന്ദ്രമോദി 2 ന്യൂനപക്ഷക്കാരെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കും, ഉച്ചയാകുമ്പോൾ 2 പേരെ ഫ്രൈ ആയിട്ട് ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാം, വാചകമടിക്കാം, സ്റ്റേജ് പ്രസംഗത്തിന് കൊള്ളാം. സാധാരണക്കാരായ ജനങ്ങൾക്കറിയാം, ന്യൂനപക്ഷങ്ങൾക്കറിയാം എന്താണ് ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ NDA നേതൃത്വത്തിൽ കൊടുക്കുന്ന ഗവൺമെന്റിന്റെ സമീപനമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു പദ്ധതിയിൽ ജാതിയുടെ മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തിയിട്ടുണ്ടോ? അർഹതപ്പെട്ട ആളാണെങ്കിൽ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും അവന്റെ കയ്യിലേക്ക് ഗവൺമെന്റിന്റെ ആനുകൂല്യം ഒരു പൈസ നഷ്ടപ്പെടാതെ എത്തുന്നുണ്ട്. അത് ആണ് പ്രിയമുള്ള സേനാപതി വേണുവും അതുപോലെ മറ്റേ LDFന്റെ സുഹൃത്തും ആലോചിക്കേണ്ടത്. മുസ്ലിം ഭൂരിപക്ഷ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങൾ പോലും വലിയ രീതിയിലുള്ള വിജയം ഭാരതീയ ജനതാ പാർട്ടിയെ തേടിയെത്തിയത് ആ സമീപനമാണ്. ആരോടും പ്രീണനമില്ലാതെ ഇൻക്ലൂസീവായിട്ടുള്ള എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനമാണ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA. അതാണ് ബിജെപിയുടെ ആത്മവിശ്വാസം. ശ്രീ VPP മുസ്തഫ, ഇവിടെ നമുക്കറിയാം ഈ ഹിന്ദി ഹൃദയഭൂമിയിലെ 3 പ്രധാന സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ BJP വലിയ വിജയം നേടി. 80ഓളം ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളാണ് അവിടെ. ഉത്തർപ്രദേശിലും BJPയുടെ വലിയ ആധിപത്യം ആ തരത്തിൽ സംഭവിച്ച പശ്ചാത്തലമൊക്കെ നമ്മൾക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വെച്ചത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളരെ വിശ്വസിച്ചിട്ടുള്ള നിലപാടായിരുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ, ഒപ്പം നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തിയുള്ള പ്രചരണമായിരുന്നു. അവിടെയാണ്
സേനാപതി വേണു പറയുന്ന സർക്കാരിനെതിരായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജനം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും വിലയിരുത്തും എന്ന ആത്മവിശ്വാസം അതെങ്ങനെ ശരിയാകും? കാരണം ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ അതേപടി പറഞ്ഞുകൊണ്ടാണ് ഈ സംസ്ഥാനങ്ങളിൽ ജനങ്ങളെ നേരിട്ടതെങ്കിൽ അതേ സ്ട്രാറ്റജി ആയിരിക്കും ലോക്സഭയിലും BJP മുന്നോട്ട് കൊണ്ടുവരിക. അപ്പോൾ ജനങ്ങൾക്ക് അവിശ്വാസമുണ്ടെങ്കിൽ ഈ 3 സംസ്ഥാനങ്ങളിൽ ആ പാർട്ടി ജയിക്കില്ലല്ലോ ഒരിക്കലും. മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെ ഇപ്പോ BJP പ്രതിനിധി അവകാശപ്പെട്ടതുപോലെയുള്ള പ്രചരണ രീതിയാണ്, പ്രചരണ കാര്യങ്ങളാണ് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും അവർ ഉപയോഗിച്ചത്, ഈവൻ തെലങ്കാനയിൽ പോലും ഉപയോഗിച്ചിരുന്നതെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അവരുപയോഗിച്ച പ്രചരണത്തെ കുറിച്ച് ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെയുള്ള അവകാശവാദങ്ങളെ അല്ലല്ലോ ഉന്നയിച്ചത്, തനി വർഗീയത തന്നെയല്ലേ, തനി വർഗീയതയാണ് അവരുന്നയിച്ചത്. പക്ഷെ എവിടെയാ കോൺഗ്രസിന് താളം തെറ്റിപ്പോയത്? BJP തീവ്ര വർഗീയത പറഞ്ഞപ്പോൾ ദൗർഭാഗ്യവശാൽ രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും അതുപോലെ മധ്യപ്രദേശിലെയും കോൺഗ്രസ് നേതൃത്വം പകരം ചെയ്തത് മൃദു ഹിന്ദുത്വത്തിലേക്ക് പോയി. അങ്ങനെ തീവ്ര ഹിന്ദുത്വത്തെ നേരിടാൻ BJPയുടെ വർഗീയതയെ നേരിടാൻ കോൺഗ്രസ് മൃദു വർഗീയത സ്വീകരിച്ചിടത്താണ് കോൺഗ്രസ് തോറ്റത്. എന്നാൽ ജനകീയ പ്രശ്നങ്ങൾ, നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ജനജീവിതം ദുസ്സഹമായ കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാന ലംഘനങ്ങൾ, വഞ്ചനകൾ, ഈ രാജ്യത്തെ തകർക്കുന്ന നയങ്ങൾ, അത് ശരിയായി പറഞ്ഞിടത്ത് BJPയെ തോൽപ്പിക്കാൻ പറ്റി. അവർക്കൊരു മുന്നേറ്റവും ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇവിടെ പത്മകുമാറിന്റെ ഈ വർത്തമാനങ്ങളിലെ അവകാശവാദങ്ങളിൽ എന്തർത്ഥമാണുള്ളത്? 2014 നിങ്ങൾ പറഞ്ഞതല്ലേ, കോൺഗ്രസ് ഭരണകാലത്ത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാർ ഈ രാജ്യത്ത് കള്ളക്കണക്ക് എഴുതിയിട്ട് അവരുടെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾ വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആ കള്ളപ്പണം കണ്ടെടുത്ത് കൊണ്ടുവരും, എന്നിട്ട് ഇതാ ഓരോ ഇന്ത്യക്കാരനും പാവപ്പെട്ടവന് 15 ലക്ഷം രൂപ വെച്ച് തരും. അതിനുവേണ്ടി നിങ്ങൾ സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങണം, ജൻധൻ അക്കൗണ്ടുകൾ തുടങ്ങണം. ഇപ്പൊ 10 വർഷം പൂർത്തിയായില്ലേ? പാവപ്പെട്ടവന്റെ പണപ്പെട്ടിയിലേക്ക്, അവന്റെ അക്കൗണ്ടുകളിലേക്ക് പണം വന്നില്ല. പോയത് ആരുടത്തേക്കാ? ഗൗതം അദാനിയുടെ അക്കൗണ്ടിലേക്കല്ലേ? എത്രയെത്ര തെളിവുകൾ വന്നു. ഗൗതം അദാനി എന്ന് പറയുന്ന ഒക്കച്ചങ്ങായിക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദിയും അമിത്ഷായുടെയും BJPയുടെയും ഭരണം ചെയ്തു കൊടുത്തിട്ടുള്ളത്. രാജ്യത്ത് അദ്ദേഹം അവകാശപ്പെട്ടതുപോലെ ഈ വലിയ സമ്പദ്ഘടനയായി എന്ന് പറയുന്നല്ലോ, ഈ സമ്പദ്ഘടനയായി മാറിയപ്പോൾ രാജ്യത്തിലെ പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യന്, അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യന് എന്ത് നേട്ടമുണ്ടായി? രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ ആസ്തി കൂടി. ഇപ്പോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഇപ്പോ 1.5 മാസം മുമ്പാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പുറത്തു വന്നത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച്. എന്താ ആ റിപ്പോർട്ടിൽ പറയുന്നത്? രാജ്യത്തെ ജനസംഖ്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വലിയ സഹസ്ര കോടിയുടെ ആസ്തികളുള്ള കോർപ്പറേറ്റുകൾ ഏതാണ്ട് 1% അവർ ഉള്ളത്. ആ 1% ആസ്തി കഴിഞ്ഞ 5 വർഷം കൊണ്ട്, എന്ന് പറഞ്ഞാൽ 2019 മുതൽ ഇതുവരെയുള്ള 5 വർഷം കൊണ്ട് 30% വളർന്നു. അതേസമയം രാജ്യത്തെ ഏറ്റവും അസംഘടിതരായ മനുഷ്യർ, അന്നന്നത്തെ അധ്വാനം കൊണ്ട് ആ ദിവസത്തെ വരുമാനം കൊണ്ട് ജീവിക്കുന്നവർ, അത് രാജ്യത്തെ ജനസംഖ്യയിൽ 25%. ഇതൊക്കെയാണോ ശ്രീ BP മുസ്തഫ സാധാരണ ജനത്തിന്റെ പ്രശ്നം? സാധാരണ ജനത്തിന് വേണ്ടത് എന്താണ്? അവന്റെ വീട്ടിൽ ഗ്യാസ് പുകയണം, അവന് ഒരു നേരത്തെ ആഹാരം കഴിക്കണം, അവന് കൃത്യമായി അവന് കിട്ടാവുന്ന പണം, സർക്കാർ നൽകുന്ന പണം അക്കൗണ്ടിൽ വരണം. ഇതൊക്കെ അല്ലാതെ ഈ ഗൗതം അദാനിയുടെയും ഈ പറഞ്ഞ പോലെയുള്ള മറ്റാളുകളുടെയും ഒക്കെ ചർച്ചകളല്ലല്ലോ പ്രധാനം. ഇതൊക്കെ ജനത്തെ പലതവണ ബോധിപ്പിക്കാൻ ശ്രമിച്ച ആളുകളാണ് ഇടതുപക്ഷവും മറ്റും. പക്ഷെ അതൊന്നും ഒരു സംസ്ഥാനങ്ങളിലും ചിലവാകുന്നില്ല. അതിന്റെ കാര്യമാണ്, അതുകൊണ്ടാണല്ലോ BJP ജയിച്ചു കയറുന്നത് പല തെരഞ്ഞെടുപ്പുകളിലും. രഞ്ജിത്ത്, നിങ്ങള് വല്ലാതെ ഈ BJPയുടെ സ്പോർട്സ്മാനെ പോലെ അല്ല, അങ്ങനെയല്ല, ഞാൻ യാഥാർത്ഥ്യം പറഞ്ഞതാണ്. യാഥാർത്ഥ്യമല്ല താങ്കൾ പറഞ്ഞത് ദൗർഭാഗ്യവശാൽ യാഥാർത്ഥ്യമല്ല. ഞാൻ അതാ പറഞ്ഞു വന്നത്. രാജ്യത്തെ ചോദിച്ചോട്ടെ, അല്ല ഒന്ന് പൂർത്തിയായിക്കോട്ടെ. അദ്ദേഹം പൂർത്തിയായിക്കോട്ടെ സാർ, ദയവായി താങ്കളിലേക്ക് വരാം. പൂർത്തിയായിരിക്കട്ടെ. 25% വരുന്ന അസംഘടിതരായ തൊഴിൽ മേഖലയിലുള്ള ജനസംഖ്യ, അവരുടെ വരുമാനം മോഡിയുടെ 2ാം ടേമിൽ ഈ 5 വർഷത്തിനിടയിൽ 11% കുത്തനെ താഴോട്ട് പോയി. ഈ വിഷയം പറഞ്ഞിടത്തെല്ലാം കോൺഗ്രസ് ജയിച്ചില്ലേ? BJP തോറ്റില്ലേ? അല്ലെങ്കിൽ BJP ഇതര കക്ഷികൾ വന്നില്ലേ? കർണാടകത്തിൽ നിങ്ങൾ നോക്കൂ, കർണാടകത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും എത്ര തീവ്രമായ വർഗീയതയാണ് പറഞ്ഞത്. ആ വർഗീയത പറയാൻ കേരളത്തെ പോലും ആക്ഷേപിച്ചില്ലേ? ദ കേരള സ്റ്റോറി വലിയ സിനിമയാണ്. നിങ്ങൾ അയൽപക്കത്തേക്ക് നോക്കൂ, കർണാടകക്കാരെ, അവിടെ വർഗീയതയാണ്, അവിടെ ഭീകരവാദമാണ് എന്ന് പോലും കള്ളപ്രചരണം പ്രധാനമന്ത്രി തന്നെ കർണാടകത്തിൽ നടത്തിയില്ലേ? പക്ഷെ അവിടെ DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് BJPയുടെ വർഗീയതയ്ക്ക് പകരം വർഗീയത പറയാതെ അവിടുത്തെ BJP ഭരണത്തിന്റെ അഴിമതി, അന്നത്തെ BJP ഭരണത്തിന്റെ കെടുകാര്യസ്ഥത,
40% ഏത് കാര്യത്തിനും പിന്നെ കമ്മീഷൻ പറ്റുന്ന BJP ഭരണത്തിന്റെ അഴിമതികൾ ഇതെല്ലാം തുറന്നു കാട്ടിയപ്പോൾ BJP അമ്പെ പരാജയപ്പെട്ടില്ലേ? തെലങ്കാനയിൽ നിങ്ങൾ നോക്കൂ, തെലങ്കാനയിൽ രഞ്ജിത്തെ നിങ്ങൾ കാണേണ്ടത് അമിത്ഷാ ഒരു വർഷം മുമ്പ് തുടങ്ങിയതാ തെലങ്കാന കേന്ദ്രീകരിച്ചുകൊണ്ട് BJPയുടെ പ്രവർത്തനം. അമിത്ഷാ നിരവധി തവണ ഈ ഒരു വർഷത്തിനിടയിൽ എത്രയോ തവണ തെലങ്കാന സന്ദർശിച്ചു, അവിടെ ക്യാമ്പയിനുകൾ നടത്തി, എത്രയോ റാലികളിൽ രണ്ടുപേരും പങ്കെടുത്തു, പ്രധാനമന്ത്രിയും അമിത്ഷായും. അവിടെ എന്നിട്ട് തീവ്ര വർഗീയത പറഞ്ഞു. പക്ഷെ അവിടുത്തെ കോൺഗ്രസ് ആ കെണിയിൽ വീഴാതെ ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ചു. ആ സംസ്ഥാനത്തെ BRC ഗവൺമെന്റിന്റെ അഴിമതിയെക്കുറിച്ചും കേന്ദ്ര സർക്കാരിന്റെ അഴിമതിയെക്കുറിച്ചും സംസാരിച്ചു. അവിടെ കോൺഗ്രസ് ജയിച്ചു. ഹിമാചൽ പ്രദേശിൽ ഈ വർഗീയതയ്ക്ക് പകരം ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തു, അവിടെ ജയിക്കാൻ വേണ്ടി കഴിഞ്ഞു. മറ്റെല്ലാ സംസ്ഥാനങ്ങളും നിങ്ങൾ നോക്കിക്കോ, അങ്ങനെയല്ലേ വന്നത്. പക്ഷേ എന്താ ഛത്തീസ്ഗഡിൽ ചെയ്തത്? അവിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിന് പോയത് എങ്ങനെയാ രഞ്ജിത്തെ? ചാണകം കൊണ്ടുണ്ടാക്കിയ സൂട്ട് കേസ്. BJP ചാണകം പറയുമ്പോൾ, ഗോമൂത്രം പറയുമ്പോൾ, ഗോരക്ഷ പറയുമ്പോൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പിന്നെ പശുവിന്റെ ചാണകം കൊണ്ടുള്ള സൂട്ട് കേസും കൊണ്ടുപോകുന്നു. മധ്യപ്രദേശിൽ കമൽനാഥിന്റെ അവകാശവാദം തന്നെ എന്തായിരുന്നു? ഇന്ന് ഡിസംബർ 6 നമ്മൾ ഇരിക്കുന്നത്. കമൽനാഥ് എന്താ പറഞ്ഞുകൊണ്ടേയിരുന്നത്? ഇതാ ഈ ബാബരി മസ്ജിദ് തകർത്ത് രാമമന്ദിരം നിർമ്മിക്കുന്നു, അത് BJPയുടെ അക്കൗണ്ടിലല്ല, ഞങ്ങളാണ്, രാജീവ് ഗാന്ധിയാണ് വാതിലുകൾ തുറന്നു കൊടുത്തത്, നരസിംഹറാവുവിന്റെ കാലത്താണ് പള്ളി പൊളിക്കാൻ പറ്റിയത്, അതുകൊണ്ട് ഞങ്ങൾക്കാണ്. ഇത് ഇങ്ങനെ രാജസ്ഥാനിൽ ഇത് തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ജനകീയ പ്രശ്നങ്ങൾ തീവ്രമായിട്ട് അവതരിപ്പിച്ചിടത്തെല്ലാം BJPയെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. BJP ഭരണത്തിൽ അത്രമേൽ ജനം പൊറുതിമുട്ടുകയാണ്. ശരി, ഒരു ഗോമൂത്ര വിവാദം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്, പാർലമെന്റിൽ ഉന്നയിച്ചത് DMK-യുടെ നേതാവായ ശ്രീ സെന്തിൽ ബാലാജി. അദ്ദേഹം ഇന്ന് അതുമായി ബന്ധപ്പെട്ട് മാപ്പ് പറയുകയും ചെയ്തു. ആ സാഹചര്യം കൂടി ഒന്ന് നമ്മൾ പരിശോധിക്കണം. ഒരു വിഷയം കൂടി ചൂണ്ടിക്കാണിക്കട്ടെ. ഇന്ന് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ശ്രീ പത്മകുമാർ താങ്കൾക്ക് പറയാം. രാജസ്ഥാനിൽ ജയിച്ച അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ PPP മുസ്തഫ ഈ കോൺഗ്രസ് ജയിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ ഈ രാജസ്ഥാനിലും തെലങ്കാനയിലും ഒക്കെ പറഞ്ഞിട്ട് ഈ നോട്ടയുടെ അത്ര പോലും വോട്ട് വാങ്ങാൻ നിങ്ങൾ പറയുന്ന ആൾ ശ്രദ്ധിക്കാത്തത് എന്താ? നിങ്ങൾ കോൺഗ്രസ് ജയിച്ചതിനെ കുറിച്ച് അവിടെ ഇങ്ങനെ ചെയ്തു വെച്ച് ശിവകുമാർ ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നോട്ടയുടെ അത്ര പോലും വോട്ട് വാങ്ങാൻ കഴിച്ചിട്ടുണ്ടോ? എന്താ നിങ്ങൾ പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കാത്തത്? നിങ്ങൾ പറയുന്നതിൽ യാഥാർത്ഥ്യമില്ല എന്നുള്ള കാര്യമുള്ളതുകൊണ്ടാണ്. മാത്രമല്ല, നിങ്ങൾ ആലോചിച്ചു 37 വർഷക്കാലം യാതൊരു തടസ്സവുമില്ലാതെ നിങ്ങൾ ഭരണം നടത്തി. എന്നിട്ട് അവിടെ എന്താ, ഇപ്പം ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കേരളത്തിൽ വന്നിട്ട് പൊറോട്ട അടിക്കുന്നു. അതല്ലേ ഇപ്പൊ സംഭവിക്കുന്നത്? ത്രിപുരയിൽ നോക്കൂ, നിങ്ങൾക്ക് അവസരം കിട്ടി, ഈ പറഞ്ഞ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ നിങ്ങൾ പുഴുകി കൊടുത്തു അവിടെ നിങ്ങൾ പറയുന്ന. എന്നിട്ട് അവിടെ എന്താ സ്ഥിതി? നിങ്ങൾക്ക് ഇപ്പൊ ഒരു MP പോലെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല, ഭരണത്തിൽ പ്രാഥമികമായ വോട്ട് നേടാൻ പോലും കഴിയുന്നില്ല. പിന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഈ കോർപ്പറേറ്റുകളെന്ന് പറയും. ഞാനൊന്ന് ചോദിക്കട്ടെ മുസ്തഫ, ഈ കോർപ്പറേറ്റുകളെല്ലാം അന്യജീവികളാണോ? അന്യഗ്രഹ ജീവികളാണോ? അല്ലല്ലോ. നിങ്ങൾ കൊടുക്കുന്ന ഈ സംസ്ഥാനത്ത് കേരളത്തില് ഇടതുപക്ഷ ഗവൺമെന്റ് കൊടുക്കുന്ന 5 ലക്ഷം സർക്കാർ ജീവനക്കാർ, അതിലേറെ 8 ലക്ഷം ആളുകൾക്ക് TCS എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനി ഈ ഇന്ത്യയിൽ ജോലി എടുക്കുന്നുണ്ട്. നിങ്ങളൊരു സംസ്ഥാനത്ത് കൊടുക്കുന്ന സർക്കാർ ജോലിയേക്കാൾ കൂടുതൽ 8 ലക്ഷം ആളുകൾക്ക് TCS എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനി ജോലി കൊടുക്കുന്നുണ്ട്. അവരെ ഉപജീവനം നടത്തുന്നുണ്ട്. ഇവരെയൊക്കെ കൊന്നു കളഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുക? ഈ കോർപ്പറേറ്റുകളൊക്കെ അന്യഗ്രഹ ജീവികളെന്ന് പറഞ്ഞിട്ട് കൊല്ലണോ? നിങ്ങളൊന്ന് വേറൊന്ന് ആലോചിക്കട്ടെ. നിങ്ങൾ ഈ അന്യ രാജ്യങ്ങളിലൊക്കെ പോയി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പോയി കസേരയിൽ ഇരുന്നും മണിയടിച്ചും ഒക്കെ നിങ്ങൾ വിളിക്കുന്നത് ആരെയാ? കോർപ്പറേറ്റുകളല്ലേ? കേരളത്തിലേക്ക് വരൂ, ഇൻവെസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് ആളുകളെ ക്ഷണിച്ച് പട്ടും പൂമാലയും ഒക്കെ കൊടുത്ത് പോയി മണിയടിച്ച് കസേരയിൽ ഇരുന്ന് ഒക്കെ ആളുകളെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഈ കേരളത്തിലേക്ക് കോർപ്പറേറ്റുകളെ കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ്. ആളുകൾക്കറിയാം. നിങ്ങളുടെ ഒരു മുഖ്യമന്ത്രിയുടെ മകൾ പോലും അന്യ സംസ്ഥാനത്ത് പോയി ഒരു കോർപ്പറേറ്റ് കമ്പനി തുടങ്ങി ജീവിക്കുകയല്ലേ? അപ്പൊ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾക്കാവാം, നിങ്ങളുടെ മന്ത്രിമാരുടെ മക്കൾക്കാവാം, ബന്ധുക്കൾക്ക് കമ്പനി തുടങ്ങി വലിയ രീതിയിലേക്ക് പോകാൻ കഴിയും. പക്ഷെ കേരളത്തിൽ ഇതൊന്നും പാടില്ല. ഇവിടെയുള്ള ആളുകളെല്ലാം ജോലിയും എല്ലാം ഉപേക്ഷിച്ച് അവരുടെ ജീവിതമാർഗമൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ടി കൊടി പിടിച്ച് സിന്താവ് വിളിക്കാൻ വരണമെന്നുള്ള ഒരു രാഷ്ട്രീയമുണ്ടല്ലോ, നിങ്ങളുടെ ഒരു നയമുണ്ടല്ലോ, അത് ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയുന്നത്. നിങ്ങളൊരു പ്രായോഗിക രാഷ്ട്രീയം വേണം. എന്നും BJPയെ അന്ധമായ BJPയെ ചാണകമെന്നോ അല്ലെങ്കിൽ സംഘിയെന്നോ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾക്കൊരു പ്രായോഗികമായ രാഷ്ട്രീയം വേണം. ഇന്ത്യയിലെ ഇന്നത്തെ മാറുന്ന കാലാവസ്ഥയ്ക്ക് അനുസരിച്ച്
ചെറുപ്പക്കാരുടെ വികാരങ്ങൾക്ക് അനുസരിച്ച് നിങ്ങളുടെ കാതലായ ഒരു മാറ്റം നിങ്ങളുടെ നയപരിപാടികളിൽ വേണം. അല്ലെങ്കിൽ നോട്ടയ്ക്ക് താഴെയാവും. ഇനി അടുത്ത് കേരളവും ആലോചിച്ചാൽ നന്നായി. മുസ്തഫ മറുപടി. ഒന്ന്, അദ്ദേഹം കണക്കുകൾ ഒന്നുകൂടി ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകളിലേക്ക് പോകട്ടെ. തീർച്ചയായിട്ടും ശരിയാണ്, ഹിന്ദി മേഖലയിൽ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ലോ ഞങ്ങൾക്ക് വലിയ സ്വാധീനമില്ല. പക്ഷെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ സീറ്റുകളിൽ ഞങ്ങളുടെ വോട്ട് കൂടുകയാണ് ചെയ്തത്. രാജസ്ഥാനിലെ ഞങ്ങളുടെ സിറ്റിംഗ് 2 മണ്ഡലത്തിലും ഞങ്ങളുടെ വോട്ടുകൾ 20,000 30,000 ഒക്കെ വർദ്ധിക്കുകയാണ് ചെയ്തത്. പക്ഷെ അവിടെ വോട്ടിന്റെ സ്പ്ലിറ്റ് ഉണ്ടായപ്പോൾ, അവിടെ ചില ഷിഫ്റ്റിംഗ് ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ചെറിയ വോട്ടുകൾക്ക് ഒരു മണ്ഡലത്തിൽ സിറ്റിംഗ് രാജസ്ഥാനിലെ ബാദ്രയിൽ ഞങ്ങൾ തോറ്റത് 1100 വോട്ടിനാ, മറ്റൊരു മണ്ഡലത്തിൽ തോറ്റത് 5000 വോട്ടിനാ. അതുകൊണ്ട് വല്ലാതെ അങ്ങ് പറഞ്ഞ് ഞങ്ങളെ കൊച്ചാക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്കുള്ള സ്വാധീനമൊക്കെ നല്ലതുപോലെ തന്നെ വർദ്ധിപ്പിക്കാൻ, പ്രത്യേകിച്ച് കർഷക സമരത്തിന്റെ നല്ല മുന്നേറ്റം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം എന്താ പറയുന്നത്, ഈ കോർപ്പറേറ്റുകളെ, ഞങ്ങൾ കോർപ്പറേറ്റുകളെ തൂക്കിക്കൊല്ലാനോ കോർപ്പറേറ്റുകളെ കൊല്ലാനോ പറഞ്ഞിട്ടില്ല. പക്ഷേ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അവിഹിതമായിട്ട് ഇടപെടുന്നു. എല്ലാ കോർപ്പറേറ്റുകളും അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റിലുള്ള കോർപ്പറേറ്റുകൾക്ക് വേണ്ടി. എന്നാൽ സാധാരണക്കാരന്റെ സബ്സിഡികൾ വെട്ടിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാ ഇപ്പൊ പെട്രോളിന്റെ വില കൂടിയത്? എന്തുകൊണ്ടാ ഗ്യാസിന്റെ വില കൂടിയത്? എന്തുകൊണ്ടാ? അല്ല, ഞാൻ പൂർത്തീകരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയണ്ടേ? നീണ്ട കാര്യമല്ല അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം പറയുമ്പോ ഞാൻ ഇടപെട്ടിട്ടില്ല. പ്ലീസ് സഹിഷ്ണുത കാണിക്കൂ. താങ്കൾ പറയുമ്പോ ഞാൻ വളരെ നിശബ്ദനായിരുന്നു കേട്ടിട്ടില്ലേ? എന്തിനാ ഇങ്ങനെ സഹിഷ്ണുത? അപ്പൊ അതുകൊണ്ട് താങ്കൾക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ, സമയമുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ പറയുന്നത് വളരെ കൃത്യമാണ്. BJP കോർപ്പറേറ്റുകൾക്കല്ല, എല്ലാ കോർപ്പറേറ്റുകളെയും താലോചിക്കില്ല. നിങ്ങൾ എങ്ങനെയാ ഇപ്പൊ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്നത്? തിരുവനന്തപുരം വിമാനത്താവളം അത് പൊതുമേഖലയിലായിരുന്നില്ലേ? നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് പണം കൊടുത്ത് ഭൂമി എടുത്തിട്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കൊടുത്തല്ലേ? അതെങ്ങനെയാ ഇപ്പൊ കോർപ്പറേറ്റുകളുടെ കയ്യിലെത്തിയത്, അദാനിയുടെ കയ്യിലെത്തിയത്? നിങ്ങൾ അങ്ങനെയല്ലേ? നമ്മുടെ സംസ്ഥാനത്ത് പോലും ആ കോട്ടയം ജില്ലയിലെ വെള്ളൂരിലെ അവിടുത്തെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി അത് അടച്ചുപൂട്ടി 2-2.5 വർഷക്കാലം അവിടുത്തെ തൊഴിലാളികൾക്ക് ശമ്പളമില്ല, കൂലിയില്ല, സകലരെയും പിരിച്ചുവിട്ടു. ആ നാട് ശ്മശാന ഭൂമിയായി. നിങ്ങൾ എന്നിട്ട് ആ ഫാക്ടറി ലേലത്തിൽ വെച്ചു, തൂക്കി വെക്കാൻ വെച്ചു. അത് കേരള ഗവൺമെന്റ് ഇടപെട്ട് ഏറ്റെടുത്ത് പൊതുമേഖലയിൽ ഇപ്പോ പുനരാരംഭിച്ച് 100 കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുത്തില്ലേ? കാസർഗോഡ് ഭാരത് എന്നുള്ള പറഞ്ഞേട്ടെ ബെല്ല്, ആ ബെല്ല് നിങ്ങൾ അടച്ചുപൂട്ടി. 2 വർഷം ശമ്പളം പോലും കൊടുത്തില്ല കേന്ദ്ര സർക്കാർ. അവിടെ അത് വിൽക്കാൻ വെച്ചു നിങ്ങൾ. കേരള സർക്കാർ ഇടപെട്ട് അത് ഏറ്റെടുത്ത് പൊതുമേഖലയിൽ നടത്തുന്നു. അപ്പോ പൊതുമേഖലയുടെ സ്ഥാപനങ്ങൾ പോലും വിൽക്കുന്ന നിങ്ങളുടെ ഈ കള്ളത്തരങ്ങൾ, നിങ്ങളുടെ ഈ അഴിമതി, ഇതാണ് രാജ്യം അറിയുന്നത്. അത് പറയുന്നിടത്തെല്ലാം നിങ്ങൾ തോറ്റിട്ടുണ്ട്. ശരി, സേനാപതി വേണു, ഇവിടെ നമുക്കറിയാം ഒരു സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഇന്ത്യ മുന്നണിയുടെ യോഗം പോലും മധ്യപ്രദേശിൽ എങ്ങനെയാണ് മാറ്റിവെച്ചത് എന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ് പലതവണയും. ഇപ്പോൾ ഗോമൂത്ര വിവാദം പുതിയ വിവാദമാണ്. DMK-യുടെ ഒരു പ്രധാനപ്പെട്ട മെമ്പർ പാർലമെന്റിൽ ഇത് ഗോമൂത്ര സംസ്ഥാനങ്ങളെന്ന് വിശേഷിപ്പിക്കും ചില സംസ്ഥാനങ്ങൾ. അവിടെയാണ് BJP ജയിച്ചതെന്ന് പറയുന്നു. ഏറ്റവും കൂടുതൽ ഇന്ന് മാപ്പ് പറയേണ്ട പശ്ചാത്തലം കൂടി ഉണ്ടാകുന്നു. ഇങ്ങനെ ആശയപരമായി ഒരുപാട് വ്യത്യാസങ്ങളുള്ള മുന്നണികളുടെ ഒരു കൂട്ടായ്മ, ഒരു ഐക്യമായി INDA വിശേഷിപ്പിക്കപ്പെടുന്നു. ഓരോ തവണയും ഇത്തരം വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മാപ്പ് പറയേണ്ടി വരും. ഇവരെയൊക്കെ ഒരു തരത്തിൽ, ഒരു കലപ്പയിൽ കെട്ടുക എന്ന് പറയുന്നത് കൂടിയാണ് ഇനി കോൺഗ്രസ് മുന്നോട്ട് നോക്കിക്കാണേണ്ട പ്രധാനപ്പെട്ട വെല്ലുവിളി. അല്ല രഞ്ജിത്ത്, 2004 ഞങ്ങളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. 2004 മുതൽ 2014 വരെ ഉണ്ടായിരുന്ന UPA മുന്നണിയിൽ ഇപ്പോൾ ഈ സെന്തിൽ ബാലാജിയുടെ പാർട്ടിയും വളരെ സജീവമായിട്ടുണ്ടായിരുന്നതാണ്. അവര് ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിട്ട് അന്നു മുതൽ തുടരുന്നതാണ്. അത് നാളെയും തുടരും. ഇപ്പം DMK-യുടെ മുഴുവൻ ആശയങ്ങളും ഇപ്പം ഞങ്ങൾ ഏറ്റെടുക്കുന്നവരല്ല. കാരണം അവര് എന്താ പറഞ്ഞ ശ്രീലങ്കയിലെ LGTയെ പിന്തുണച്ചവര്, അതല്ല എങ്കിൽ പ്രഭാകരനെ പിന്തുണച്ചവര്, അതൊന്നും ഞങ്ങൾ ചെയ്തിട്ടുള്ള അതല്ലോ ഞങ്ങൾ അംഗീകരിച്ചുള്ളൂ. അവര് ഹിന്ദി ഭാഷ തമിഴ്നാട്ടിൽ വേണ്ട എന്ന് എന്നും ഹിന്ദിക്കെതിരെ പ്രചരണം നടത്തുന്നവരാ. പക്ഷേ കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാടുണ്ടോ? അല്ലെ CPM അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് യോജിക്കാവുന്ന ചില മേഖലകൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ യോജിച്ചത്. ഞാനത് പറയുമ്പോൾ പത്മകുമാർ 2 പ്രധാനപ്പെട്ട ആരോപണം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉന്നയിച്ചു. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയാണ് ഇന്ത്യ മുന്നണി രൂപം കൊണ്ടിരിക്കുന്നത്. ഞാൻ പത്മകുമാറിനെ ഇന്ന് ശ്രീമതി ശർമ്മിഷ്ഠയുടെ വാർത്താ സമ്മേളനത്തിന്റെ ഒരു ഭാഗം പത്രത്തിൽ വന്നത് ഒരു ഭാഗമാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, 2004 മുതൽ 2014 വരെ ഏത് നിമിഷം വേണമെങ്കിലും സോണിയാഗാന്ധിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാമായിരുന്നു.
എന്താ പറഞ്ഞേ, അന്തരിച്ച ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് കുമാർ മുഖർജി തന്റെ മകളോട് ഫോണിൽ പറഞ്ഞ കാര്യം തന്നെ ഞെട്ടിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം സോണിയാഗാന്ധി പറഞ്ഞു, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാനില്ല എന്ന് അവർ തുറന്നു പറഞ്ഞത് തന്നെ ഞെട്ടിച്ചു എന്ന്, പ്രണബ് കുമാർ മുഖർജിയെ ഞെട്ടിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ആ കാര്യം അങ്ങ് സൂചിപ്പിച്ചില്ല. അങ്ങ് ഇവിടെ ആരോപണം ഉന്നയിച്ചത് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച് അവിടുന്ന് സ്പെഷ്യൽ വിമാനത്തിൽ രാജീവ് ഗാന്ധി തിരിച്ചു വരുമ്പോൾ രാജീവ് ഗാന്ധിയുടെ ഓർമ്മക്കുറിപ്പിലും സോണിയാഗാന്ധിയെ കുറിച്ച് എഴുതിയ കാര്യത്തിലും പറയുന്നു, തന്റെ മാതാവിന്റെ ശവസംസ്കാരം നടന്ന് കഴിയുന്നത് വരെ കോൺഗ്രസിന്റെ AICC ഓഫീസിൽ എന്ത് സംഭവിച്ചു, ആരെ പ്രധാനമന്ത്രിയാക്കുന്നു, ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിൽ പോലും അല്ല താൻ തന്റെ അമ്മയുടെ മൃതശരീരത്തിനടുത്ത് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നിൽക്കുക. എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ്, പിന്നെ പ്രണബ് കുമാർ മുഖർജിയോട് വിമാനത്തെ വെച്ച് മിണ്ടിയില്ല. ഇങ്ങനെയൊക്കെയുള്ള ആരോപണം, നട്ടാൽ കുരുക്കാത്ത ഈ രീതിയിലുള്ള ആരോപണം നിങ്ങൾക്ക് ആരോപണമല്ല, ശർമിഷ്ഠ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് ബിജെപിയുടെ ആരോപണമല്ല. ഇന്ന് പത്രത്തിൽ വന്നിരിക്കുന്നത് ആ കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സോണിയാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകില്ല എന്ന് പറഞ്ഞപ്പോ പ്രണബ് കുമാർ മുഖർജിക്കാണ് ഞെട്ടലുണ്ടായെന്നാണ് പറഞ്ഞത്. ഇനി ഞാൻ പറയുന്നു, 2012-ലും 2013-ലും വളരെ സജീവമായ ഒരു ചർച്ച വന്നിരുന്നു. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം. അദ്ദേഹം പറഞ്ഞു കുറുക്കുവഴികളിലൂടെ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, 20 കൊല്ലമായി അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന നെഹ്റു കുടുംബത്തെ, ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധി കുടുംബം ആയിക്കോട്ടെ, അവരെ എന്തിന് നിങ്ങൾ ഇപ്പോഴും ഈ ആക്ഷേപവുമായിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ ഭയപ്പെടുന്നു. അത് തന്നെയാണ് കാര്യം. ആ ഭയപ്പെടലിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, കന്യാകുമാരി മുതൽ കശ്മീർ വരെ അദ്ദേഹം നടത്തിയ ഭാരത് ജോഡോ യാത്ര. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോഴും നിങ്ങളെക്കാൾ 10 ലക്ഷം വോട്ടുകൾ കൂടുതലായി ഞങ്ങൾക്ക് നിൽക്കുന്നത് അത് കോൺഗ്രസിലും നെഹ്റു കുടുംബത്തിലുമുള്ള ഈ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസമാണ്. ഞാൻ മുസ്തഫ പറഞ്ഞ കാര്യത്തെ വീണ്ടും ഒരു ഖേദപൂർവ്വം ഏറ്റെടുക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കോൺഗ്രസ് ഞങ്ങൾ ഒരു അല്പം കൂടി ഒന്ന് കടന്ന് ചിന്തിച്ച്, ഞങ്ങൾ ഈ സമാജ്വാദി പാർട്ടിയോ അല്ലെങ്കിൽ BSPയോ ഒക്കെ അവർ ചോദിച്ച സീറ്റ് അല്ലെങ്കിലും കുറച്ചുകൂടി ആയിരുന്നുവെങ്കിൽ രാഷ്ട്രീയ ചിത്രം മാറും. പത്മകുമാറെ, തീർച്ചയായും ഒരാൾ ആത്മവിശ്വാസം. പത്മകുമാർ വളരെ പെട്ടെന്ന് മറുപടി പറഞ്ഞ 1 മിനിറ്റ് സമയം അവസാനിപ്പിക്കാം. വളരെ പെട്ടെന്ന് താങ്കളുടെ മറുപടി കൂടി ഇത്തരം കാര്യങ്ങൾക്ക് വേണം. വളരെ പെട്ടെന്ന് 1 മിനിറ്റ്. ഈ സോണിയാഗാന്ധി പറഞ്ഞത് പ്രധാനമന്ത്രി ആവില്ലെന്ന് പറഞ്ഞ വലിയ ത്യാഗം എന്നാണ്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എല്ലാവർക്കും അറിയാം. അന്ന് നിലവിലുണ്ടായിരുന്ന നിയമം അനുസരിച്ച് സോണിയാഗാന്ധിക്ക് ആകാൻ കഴിയില്ല. അത് സുബ്രഹ്മണ്യ സ്വാമി അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റിന് ഒരു കത്ത് കൊടുത്തു. ആ കത്ത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അന്ന് നിലവിലുണ്ടായിരുന്ന നിയമം അനുസരിച്ച് ഇവിടെ വന്ന് സിറ്റിസൺഷിപ്പ് സ്വീകരിച്ചൊരു, പ്രത്യേകിച്ചും ഈ ഇവരുടെ രാജ്യത്ത് നിന്ന് ഇവിടെ വന്ന്, ഇറ്റലിയിൽ നിന്ന് ഇവിടെ വന്ന് സിറ്റിസൺഷിപ്പ് സ്വീകരിച്ച ഒരാളിന് പറ്റില്ല. കാര്യം ഇവിടെ ഉള്ള ഒരാളിന് അവിടെ ചെന്ന് ആവാൻ പറ്റുമെങ്കിൽ അന്ന് അങ്ങനെ പറ്റും. പിന്നെ അത് മാറ്റം വരുത്തി സോണിയാഗാന്ധി. അതുകൊണ്ട് ത്യാഗമൊന്നുമല്ല സോണിയാഗാന്ധി ചെയ്തത്. ഈ ഞാൻ പറഞ്ഞ കാര്യം സത്യമാണ്. വേണമെങ്കിൽ നിങ്ങൾ ആ പുസ്തകത്തിന്റെ പേര് ഞാൻ ഓർമ്മിക്കുന്നത് ഞാൻ പറഞ്ഞോട്ടെ. ചിന്നാർ ദളങ്ങൾ ഞാൻ ചോദിക്കട്ടെ അല്ല, ഞാനത് പറഞ്ഞോട്ടെ. അന്ന് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന നിയമം അനുസരിച്ച് പറ്റില്ല എന്നുള്ളതാണ് എന്റെ അറിവ്. അതുകൊണ്ടാണ് അവരന്ന് അത് വേണ്ടാന്ന് വെച്ചത്. അത് നമുക്ക് പിന്നെ ഡിബേറ്റ് ചെയ്യാം. ചിന്നാർ ദളങ്ങളാണെന്നാണ് എന്റെ ഓർമ്മ. ചിന്നാർ ദളങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം അല്ല, ചിന്നാർ ദളങ്ങൾ എന്ന് പറഞ്ഞ, എനിക്കൊന്ന് പറഞ്ഞോട്ടെ, ചിന്നാർ ദളങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തിലാണ് എഴുതിയിട്ടുള്ളതെന്നാണ് എന്റെ ഓർമ്മ. ഇപ്പൊ ഞാൻ അത് നമുക്ക് വേണമെങ്കിൽ അത് പിന്നീട് അത് മാറ്റം വരുത്താം. വളരെ വ്യക്തമായിട്ട് പ്രണബ് മുഖർജി പറഞ്ഞിരുന്നു, ഇങ്ങനെ സീനിയർ ആളുകൾ എല്ലാവരും കൂടി തീരുമാനിച്ചൊരു സീനിയർ ആളായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞതിന് ശേഷം രാജീവ് ഗാന്ധി അദ്ദേഹത്തോട് പെരുമാറിയ രീതി, അവസാനം അദ്ദേഹം പല പോസ്റ്റുകളിൽ നിന്ന് നമ്മുടെ പ്രണബ് മുഖർജി ഇന്ത്യൻ പ്രസിഡന്റ് ആയത് എപ്പോഴാണെന്ന് നോക്കുക. രാജീവ് ഗാന്ധി ജീവിച്ചിരുന്ന സമയത്ത് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് അർഹമായ സ്ഥാനം ഇന്ത്യയിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് വളരെ ശക്തമായ തെളിവുകൾ ഉണ്ട്. അവിടെ നിൽക്കട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ എല്ലാം അക്ഷരം പ്രതി പാലിച്ചിട്ടുണ്ട്. ഈ നാട്ടിലെ ദരിദ്ര നാരായണന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ പൊതുധാരയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ നിങ്ങൾ ആരോപിക്കുന്നത് പോലെ ഒരു വർഗീയതയോ ഒന്നുമില്ല. ഈ ചർച്ചയുടെ ഭാഗമായതിന് പ്രേക്ഷകരോട് ചോദ്യം, ഇന്ത്യ 2024 എന്ന വിഷയത്തിൽ ചോദിച്ചത് രാഹുലിന് ഇന്ത്യ സഖ്യത്തെ നയിക്കാനാകുമോ എന്നായിരുന്നു. നയിക്കാനാകും എന്ന് 51% പേർ അഭിപ്രായപ്പെട്ടു. നയിക്കാനാകില്ല എന്ന് 47% പേരും, നിഷ്പക്ഷമായി 2% പേരും അവരുടെ അവകാശം രേഖപ്പെടുത്തി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയമായി എത്താം. നമസ്കാരം.